എന്റെ ചെറുമോൻ തീർച്ചയായും ചെന്നൈക്ക് പോയേ പറ്റുള്ളൂ. നമ്മൾ നല്ലതുപോലെ പഠിപ്പിച്ചില്ലേ? അവൻ ഇഷ്ടമുള്ള ജോലിക്ക് പോകട്ടെ. എന്റെ പ്രായത്തിൽ തോട്ടവും കൃഷിയായിട്ട് അങ്ങനെ അങ്ങ് പോയി. ഇവനെങ്കിലും ജോലിക്ക് പോയാലല്ലേ വെളി ലോകം എന്താണെന്ന് അറിയത്തുള്ളൂ. മരകതം, അമ്മയ്ക്ക് നീ വേണ്ടേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ? ഞാൻ എന്തു പറയാനാ? അവൻ ജനിച്ചതിലിരുന്ന് ഞാൻ അവനെ പിരിഞ്ഞിട്ടേ ഇല്ല. നമുക്ക് എത്രമാത്രം സ്വത്തുക്കളാ ഉള്ളത്. നമ്മുടെ തോട്ടത്തിൽ എത്ര പേരാ ജോലി ചെയ്യുന്നത്? നിന്നേക്കാൾ ഭേദം അമ്മയാ. എടാ മോനെ, ആ സോപ്പ് വെയർ കമ്പനി നിനക്ക് ഇവിടെ അങ്ങ് വെച്ചു കൊടുത്തൂടെ? എന്തൊന്ന് കമ്പനിയാണെന്നാ? എന്റെ മുത്തശ്ശി, അത് സോപ്പ് വെയർ കമ്പനിയല്ല, സോഫ്റ്റ്വെയർ കമ്പനിയാ. ആ കമ്പനി ഇവിടെ അങ്ങ് വെച്ചു കൊടുത്താ എന്താ? മോനെ, എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണണം കേട്ടോ. ഒരു മിനിറ്റ്. മിനി, എന്താ ഇവിടെ ഇങ്ങനെ തനിച്ചു നിൽക്കുന്നത്? ഞാൻ ചെന്നൈയിലേക്ക് പോകുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഒരു കാര്യം ആലോചിക്കുമ്പോഴാ ചെറിയൊരു പേടി. പേടിയോ? നീ എന്തായി പറയുന്നേ? എനിക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളതാ. സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഒരുപാട് പെണ്ണുങ്ങൾ കാണും ജോലിക്ക്. എനിക്ക് വേറെ വല്ല വിവരങ്ങളൊക്കെ വന്നാലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. ഞാൻ അവിടെ അടിച്ചു പൊളിക്കുന്നത് നീ കാണാൻ തന്നെ പോവല്ലേ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിന്നെ ഞാൻ വെച്ചോളാം. അവിടെ ഒരുത്തിയെ കല്യാണം കഴിക്കാം. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നീ അവിടെ എന്തെടുക്കുക? വരുന്നച്ചാ, എന്നാ ഞാൻ വരട്ടെ. ബൈ. എന്താ മോനെ? ഒന്നുമില്ല അമ്മായി. മുത്തശ്ശി വരട്ടെ. സൂക്ഷിച്ചു പോയിട്ട് മോനെ സൂക്ഷിക്കണം കേട്ടോ. വരട്ടെ അമ്മ. പോയിട്ട് അമ്മനെ. പുറപ്പെടു, സമയം പോയിട്ട് വരാം. सक्सेस दामिनी, अरे ओ दामिनी, इधर आओ. ഞാൻ ഇന്ന് നല്ല സന്തോഷത്തിലാ. നമുക്ക് ആവശ്യമുള്ള ബാങ്ക് മാനേജർ തന്നെ വന്നു. രാജസ്ഥാനിൽ നിന്ന് ഇവിടോട്ട് വന്ന് കാറും ബംഗ്ലാവും വാങ്ങിച്ച് നമ്മള് സന്തോഷമായിട്ട് ജീവിക്കുക. പിന്നെ മേളിൽ ആ മുരുകേശനെ വാടകയ്ക്ക് വെച്ച് 3 മാസമായിട്ട് വാടക തന്നിട്ടില്ല. തരും. നീ ആദ്യം എനിക്ക് പോയി ഒരു കോഫി എടുത്തോണ്ട് വാ. ഐ ആം വെരി ഹാപ്പി ടുഡേ. എന്റെ അമ്മോ, ഇവൻ വലിയ റേഞ്ചിൽ സെറ്റിൽ ആയെന്നാ തോന്നുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഒക്കെ പിന്നെ പറയാം. മുരുകേശൻ ഉണ്ടോ ഇവിടെ? മുരുകേശൻ? അത് ശരി, നിങ്ങളാരാ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം ഒന്ന് വിളിക്കാവോ? അവനെ വിളിക്കാനോ? അതെ, നിങ്ങളാരാ? ഈ വീട്ടിലെ വാടകയ്ക്ക് താമസിക്കണം? ഞാൻ വാടകയ്ക്കോ? ആ മേളിലുള്ള മുരുകേശനാണ് വാടക തരാതെ ഇവിടെ വെറുതെ ഇരിക്കുന്നത്. ചോദിച്ചാലും തരില്ലെന്നേ. അല്ലല്ല, ഞാൻ ഈ വീട്ടിലെ ഓണർ മുരുകേശനാ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ അഡ്രസ് മാറി വന്നതാ. അവിടെ എവിടെയെങ്കിലും കാണും, പോയി നോക്ക്. സോറി. ഇറ്റ്സ് ഓൾറൈറ്റ്. ഇത് വേളച്ചേരി? അതെ, അത് തന്നെയാ. വെങ്കടാചലം സ്ട്രീറ്റ് ഇത് തന്നെയല്ലേ? വെങ്കടാചലം സ്ട്രീറ്റ് തന്നെയാ. ഇത് നമ്പർ 14 അല്ലേ? അതെ 14 ആണ്. പിന്നെ എന്താ താൻ വായിൽ വന്നതൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? താൻ ഇവിടെ വാടകയ്ക്ക് ഇരുന്നിട്ട് അയാളെ ദുഷ്ടി പറയണോ? ഹൗസ് ഓണർ മുരുകേശന് വരാൻ പറഞ്ഞപ്പോ താൻ വായിൽ വന്നതൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക. ഹൗസ് ഓണറോ? 3 മാസമായിട്ട് വാടക തരാത്ത ആ ദരിദ്രവാസി ഉണ്ടല്ലോ, അവനാ മുരുകേശൻ. ഞാൻ ഹൗസ് ഓണറാണ്. ഓരോരുത്തരുടെ അടുത്ത് 5 പൈസയ്ക്കും 10 പൈസയ്ക്കും പലിശയ്ക്ക് വാങ്ങിച്ചിട്ടേ ഓരോ കല്ല് വെച്ച് കഷ്ടപ്പെട്ട് കെട്ടിയ വീടായത്. അത്രയ്ക്ക് ഞാൻ ബുദ്ധിമുട്ടി ഈ വീടിന് വേണ്ടി. നിന്നെ ഞാൻ വെറുതെ വിടില്ല, കൊല്ലും ഞാൻ നിന്നെ. നീ പുറത്തു പോയി ഭജൻലാൽ സേട്ട് ആരാണെന്ന് ചോദിക്കേ, എല്ലാവരും പേടിച്ച് നടുങ്ങും. പറഞ്ഞേക്കാം. താൻ ഭജൻലാലോ ബസ്ലാലോ എന്തുവേണേ ആയിക്കോ, ഓണർ മുരുകേശനെ വിളിക്കാൻ പറഞ്ഞപ്പോ താൻ എന്തിനാ വട്ട ഓടിപ്പിക്കുന്നത്? ഇതാവോ രാവിലെ ഒരുത്തൻ വന്നിട്ട് ഞാനല്ല ഹൗസ് ഓണർ എന്ന് പറയുന്നത് കേട്ടില്ലേ? അവനെ ആദ്യം അടിച്ചു പുറത്താക്കേ. ആ പന്ന മുരുകേശൻ 3 മാസമായിട്ട് വാടക തരാതിരിക്കുക. അവനെ പുറത്താക്കണം. ആരാ നീ? വേറൊന്നുമില്ല മാഡം, ഹൗസ് ഓണർ മുരുകേശനെ വിളിക്കാൻ പറഞ്ഞപ്പോ ഇയാള് ടെൻഷൻ ആവുക. അല്ല, ഇയാൾക്ക് എന്താ പ്രാന്താണോ? ആർക്കാടാ പ്രാന്ത്? ഹൗസ് ഓണർ അല്ലെന്ന് പറഞ്ഞ് സമ്മതിക്കും, പക്ഷെ പ്രാന്തെന്ന് വിളിച്ചാണല്ലോ.
അങ്കിളെ എന്റെ പൊന്നെ അങ്കിളെ. ഡേ ശിവ, നീ എപ്പോഴാ ഇങ്ങോട്ട് വന്നത്? ദാ, അതൊക്കെ പിന്നെ സംസാരിക്കാം. ഇതുപോലുള്ള ചെറ്റകൾക്ക് എന്തിനാണ് വീട് വാടക കൊടുക്കുന്നത്? പുറത്താക്ക്, പുറത്താക്കടാ. എന്നെ പുറത്താക്കടാ. എടാ, ഞാനാ പറയുന്നത് എന്നെ പുറത്താക്കാൻ. മുരുകേശ എന്നെ പുറത്താക്കാൻ. അങ്കിളെ ഞാൻ പറയുന്നത് എന്താടാ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇവിടുന്ന് പറഞ്ഞേക്കെ. എടാ, നിന്നെ ഞാൻ കൊല്ലും പറഞ്ഞേക്കാം. കൈ കൊണ്ട് സംസാരിക്കല്ലേ? പറഞ്ഞേക്കാം. എന്റെ സ്വഭാവം മാറ്റരുത്. ഞാൻ നിന്റെ വീട്ടിൽ വാടകയ്ക്ക് ഇരിക്കുന്ന ആളാണോ? പറടാ, ഞാൻ നിന്റെ വീട്ടിൽ വാടകയ്ക്ക് ഇരിക്കുന്ന ആളാണോ? അങ്കിളെ, അങ്കിളുടെ വീടും എന്റെ വീടും വേറെ. നീ എന്താടാ അവളോട് സംസാരിക്കുന്നേ? എന്നോട് നീ എന്തിനാടാ ഈ തെരുവിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ആദ്യം പുറത്ത് പോ. അങ്ങേരാടാ ഈ വീട്ടിന്റെ ഓണർ. പിന്നെ എന്തിനാ എന്നോട് നീ ഓണർ എന്ന് പറഞ്ഞേ? അത് ഉറക്കത്തിൽ എന്തോ പിച്ചും മേയും പറഞ്ഞു. അത് അന്വേഷിക്കാൻ നാട്ടിൽ നിന്ന് വന്നാ. ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞില്ല, ക്ഷമിക്കേ. ശരി വാ, അകത്ത് പോ. ആ, എന്നാ വാ. നിക്കേ, ആ? ഇതൊക്കെ പറഞ്ഞാൽ എന്റെ ചെവി കേൾക്കും. പടി താണ്ടാൻ പാടില്ല. അതിന് കേറി കഴിഞ്ഞല്ലോ. യാ, ഒരു ചവിട്ട് തന്നോണ്ടല്ലോ പിന്നെ രാജസ്ഥാനിൽ പോയി വീഴും, നീ പറന്നു പോകും. ചേട്ടങ്ങളെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താടാ അവൻ നാട്ടിലെ വലിയ വീട്ടിലെ പയ്യനാ. അതുകൊണ്ട് ആ പെട്ടിയില്ലേ, അതിൽ മൊത്തം ഫോറിൻ സാധനങ്ങളാ. കണ്ടാ തന്നെ ഇവനൊരു നല്ല കുടുംബത്തിൽ ജനിച്ചാണെന്ന് അറിയാം. അവൻ കൺഫ്യൂഷൻ ആയി ഓ, പെട്ടിയൊക്കെ വേണേ ഇവിടെ ഇരിക്കട്ടെ. സോറി, നിങ്ങൾ ഓണർ എന്ന് അറിയാതെ ഒരു ഫ്ലോയിൽ പ്രാന്തൻ എന്ന് പറഞ്ഞു. വീണ്ടും നീ ആ വാക്ക് പറയണം. പ്രാന്തനെ പോലെയാണെന്നാ പറഞ്ഞു. പോലെ അല്ലാതെ പ്രാന്തൻ എന്ന് പറഞ്ഞില്ല. എന്നെ പ്രാന്തനെ പോലെ എന്ന് മാത്രമേ പറഞ്ഞോളൂ. നല്ല പയ്യനാ. ചെറിയൊരു പട്ടുവിന് കൺഫേം ആയിട്ടുണ്ട്. പിടി, എന്നെ പിടി, പിടി. പ്രാന്തനെ പോലെ പറഞ്ഞോളൂ, പ്രാന്തൻ എന്ന് വിളിച്ചിട്ടില്ല. വൈകിട്ട് നമുക്ക് മീറ്റ് ചെയ്യണം. പിന്നെ അങ്കിളെ, രാത്രി ഫുൾ പാർട്ടി. കെട്ടി സൂക്ഷിച്ചോണേ. സൂക്ഷിച്ചോളാം. കുറേ ഉണ്ടോ? ആ, എങ്കിൽ ശരി. ഇവിടെ കൂടി കാഴ്ച കണ്ടോണ്ടിരിക്കുന്നത്, അകത്തോട്ട് പോടി. ശിവ, ഞാൻ ഏതോ അറിയാതെ ഒരു കോടീശ്വരന്റെ വീട്ടിലാണെന്ന് പറഞ്ഞു. സത്യമായ കോടീശ്വരൻ വിശ്വസിച്ച് നീ ഇവിടെ പുറപ്പെട്ടിങ്ങി വന്നു. എടാ, ഈ ഹൗസ് ഓണറിന്റെ പേരാ കോടീശ്വരൻ. എടാ, വന്നതും തന്നെ നീ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നല്ലോ. നിന്റെ അടുത്ത് കുറച്ച് സൂക്ഷിച്ചിരിക്കണോടാ. അതിരിക്കട്ടെ, നീ വലിയ കോടീശ്വരന്റെ മോനാണ്. നിന്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അതൊക്കെ വിട്ടിട്ട് നീ ഇവിടെ ജോലി ചെയ്യേണ്ട കാര്യം ഉണ്ടടാ. നിനക്ക് എന്താ തലയെഴുത്താ? വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയടാ. നല്ല ടൈമിങ്ങും പാസിങ്ങും. അതൊക്കെ വിട്. നിന്റെ അച്ഛൻ ഇപ്പൊ എവിടെയാ? അദ്ദേഹം എന്താ ചെയ്യുന്നത്? ആ കിഴങ്ങൻ വല്ല പ്ലാറ്റ്ഫോമത്തിന്റെ അടുത്ത് മരത്തിന്റെ അടിയിലായിരിക്കും. ഓ, അപ്പോ റോഡ് കോൺട്രാക്ടർ ആണല്ലേ? ഡാ, ആ കിഴങ്ങൻ മരത്തിന്റെ അടിയിലിരുന്ന് കിളി ജോത്സ്യം നോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഓഹോ, അപ്പൊ നിന്റെ കുലത്തൊഴിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാല്ലേ? നല്ല സമയത്ത് ആ കിഴങ്ങിനെ പറ്റി പറയേണ്ട കാര്യം എന്താ? വാ സമയമായി, പുറപ്പെടാം. ശരി, എന്നാ ഇത് കഴുത്തിലിട്ടോ. എടാ, വല്ല ഉടായ്പ കമ്പനി ആവരുത്. നല്ല കമ്പനിയായിട്ട് പറയണേ. ഉള്ള കമ്പനികൾ എന്നെ ഇപ്പൊ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്കാണ് ഇവനൊരു നല്ല കമ്പനി. വാ നോക്കാം കേറ്. എന്താണ് റോങ് റൂട്ടിൽ വരുന്നത്? ഞാൻ വന്നത് നിന്നെ കാണാൻ വേണ്ടിയാ കൽപ്പന. വന്നൂടെ? ഓ, ഐ എം സോറി. മുറിവെല്ലാം പറ്റിയോ? ഹോസ്പിറ്റലിലേക്ക് പോകണം. എടാ, നീ ഇങ്ങനെ അകത്താക്കുകയാണ്. വെള്ളമൊന്നും ഒഴിക്കുന്നില്ലേ? അതുമല്ല സൈഡ് ഡിഷ് ഒന്നുമില്ല. നിനക്കിപ്പോ സൈഡ് ഡിഷ് അല്ലേ വേണ്ടത്? കുറച്ച് വെയിറ്റ് ചെയ്യൂ. ഊ ലലല്ല, ഊ ഊ ലലല്ല, 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 ഊ ലലല്ല, ലലല്ല, ഊ ലലല്ല, ലലല്ല, ഊ ഓ ലലല്ല, ഒന്നല്ല ലലല്ല. മൊത്തം എനിക്കല്ലേ? എന്റെ കരളിന്റെ ലിവറേ. എന്താണത്? വാടക കൊടുക്കാൻ സേട്ടിന്റെ മുകളിലത്ര തട്ടിയിട്ടോ നീ? എടാ, ഈ നാട്ടിലെ പാതി പയ്യന്മാര് ഈ പണി തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. വന്നേ, ശബ്ദം ഉണ്ടാക്കരുത്. മുത്തശ്ശി, ചേട്ടൻ ചെന്നൈക്ക് പോയിട്ട് ഒരാഴ്ചയായി. ഒരു ഫോൺ പോലും ചെയ്തില്ല. എനിക്ക് സംസാരിക്കാൻ കൊതിയാവുന്നു. എന്റെ ഫോണാണെങ്കിൽ അച്ഛന്റെ മുറിയില്ല. അതുകൊണ്ട് എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല. എന്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ. ദാ എടാ, നാട്ടിൽ നിന്ന് മുത്തശ്ശിയാ വിളിച്ചിരിക്കുന്നത്. ഞാൻ സംസാരിച്ച വെള്ളം അടിച്ചത് കണ്ടുപിടിക്കും. നീ അവരോടെന്തെങ്കിലും സംസാരിക്കും. ഹലോ എടി പെണ്ണെ, ഡീസന്റ് ആയിട്ട് സംസാരിക്കും. വാടി പോടിന്നൊന്നും വിളിക്കരുത്. അങ്ങനെ തന്നു, ഞാൻ വാങ്ങിച്ചു.
ഓ ശിവയാണോ? ചുമ്മാ ഇരിക്കുന്നേ. ഇപ്പോഴാണ് പുള്ളിക്കാരൻ വല്ലാത്ത ടയേർഡാണെന്ന് പറഞ്ഞ് ബാത്റൂമിൽ ഹീറ്റ് വാട്ടർ ഇടാൻ പറഞ്ഞു. കുളിക്കാൻ വേണ്ടി ചുമ്മാ ഇരിക്കും. കുളിക്കാൻ പോകുന്നേ. ശിവ പ്ലീസ് ഡോണ്ട് ടച്ച് ദ ഏരിയ. മുത്തശ്ശി, അവിടെ ഏതോ പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നു. എനിക്ക് പേടിയാകുന്നു. നീ ആ സെല്ലിങ് തന്നെ. ലാ, 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 ലാ. ഡേ ശിവ വലിയ കോടീശ്വരനാ. ഒരു പെഗിന് വേണ്ടി ഗ്ലാസും പൊക്കിക്കൊണ്ട് വരുന്ന കണ്ടില്ലേ? ഇവനെ പോലത്തെ ആൾക്കാരുണ്ടെങ്കിലേ നമ്മളെ പോലെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റൂ. ചേട്ടങ്ങളെ ഹലോ സർ. എനിക്കറിയാമായിരുന്നു നിങ്ങൾ കുടിച്ചോണ്ടിരിക്കാന്ന. എനിക്കിവിടെ ഒന്ന് ഒഴിച്ചേക്ക്. അതെ അങ്കിളിന് സാധനം തീർന്നു പോയി. വാങ്ങിച്ചു വെക്കാൻ അങ്ങ് അതെ അതെ മാറും. മനസ്സിലായി. കഴിച്ചോളൂ കഴിച്ചോളൂ. എത്ര വേണമെങ്കിലും കഴിച്ചോ. മതി 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 മതി. ഓ, എന്താ ഇത്? ശരി കുറച്ച് ശരി കൂടി പോയി ശരി. കേട്ടോ. നന്നായിട്ട് കുടിക്കണം. മൂക്കിന്ന് വെളിയിൽ വരണ സാധനം. ഈ സോഡ ഉണ്ടല്ലോ, ഒഴിച്ചോളൂ സേട്ടങ്ങളെ. കൂടുതൽ ഒഴിക്കാൻ പാടില്ല. പിന്നെ ഗ്യാസ് വരും. കേറില്ല. ശരി ശരി ശരി. എന്റെ വീട്ടിലെ സൈഡ് ഡിഷ് ഇവിടെ എങ്ങനെയാ വന്നത്? പൊന്നെ സേട്ടങ്ങളെ, ഞങ്ങളുടെ സാധനം നിങ്ങൾക്ക് തന്നു. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ സൈഡ് ഡിഷ് ഞങ്ങൾക്ക് തന്നു. അത്രേ ഉള്ളൂ. ഒന്ന് കൊടുത്തല്ലേ ഒന്ന് വാങ്ങിക്കാൻ കഴിയൂ. കുടിക്കൂ സേട്ടങ്ങളെ. Cheers. Cheers. സേട്ടങ്ങളെ സോഡ ഒഴിച്ചോളൂ. സാധനം ഒഴിച്ചോളൂ. ഹലോ എടി പന്ന കൂതറേ, നീ ആരാന്ന് പറയടി. മുത്തശ്ശിയാണ്. നീ തന്നെ സംസാരിക്കുക. ഹലോ മുത്തശ്ശി, ഞാൻ ശിവയാ. ആദ്യം അവളോട് സംസാരിച്ചത് നമ്മുടെ കണാരന്റെ മോൻ മുരുകേശനാ. അവൻ അവിടെ ഉണ്ടായിരുന്നോ? 30 വർഷം മുമ്പ് നമ്മുടെ രാഘവന്റെ വീട്ടിൽ നിന്ന് ഉരുളി അടിച്ചോണ്ട് മുങ്ങിയവനല്ലേ? അവൻ തന്നെ മുത്തശ്ശി. നീ ആ തെണ്ടിയുടെ കൂടെ ഒന്നും ചേരരുത്. ഫോൺ അവന്റെ കയ്യിലങ്ങ് കൊടുത്തേ. എടാ ആരാടാ നീ? സേട്ട് മാമ, ഗുജറാത്തിൽ വലിയ ഭൂകമ്പം വന്നു. ഒന്ന് സംസാരിക്കും. ഹലോ, കോൺ ബാത് ഹേ? ഫോണില് ബിയാ ബിയാന്ന് പറയാ. അരെ എടാ ഗുണം പിടിക്കാത്തവനെ, കൊള്ളരുതാത്തവനെ. അരെ ഞാൻ ആണല്ല, പെണ്ണ. അല്ലല്ല പെണ്ണ. എടാ തെമ്മാടി എരപ്പാടി, മര്യാദയ്ക്ക് സംസാരിക്കടാ. അല്ലെങ്കിൽ ഫോൺ വെക്കടാ. എടാ നിനക്ക് വല്ല വിവരം ഉണ്ടോടാ? വിവരദോഷി. ഹായ് കൽപ്പന. വാ വിനോദ്. എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞു? അമ്മാവിന് ഡൽഹിയിലെ ക്ലൈമറ്റ് ശരിയായില്ല. സുഖമില്ലാണ്ടിരിക്കുക. ഞാൻ ഒരു 4 ദിവസം അവിടെ പോയിരുന്നു നോക്കിട്ട് വരാവേ. കൽപ്പനെ, അദ്ദേഹത്തോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ. ഓക്കെ. ശരി, ബാഗ് ഇതാ. വീട്ടിന്റെ താക്കോല് വെച്ചോ. ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ശ്രദ്ധിച്ചോണേ. ശരി, നമുക്ക് പോവാം. പോകാം. ടിക്കറ്റ് കൺഫേം ആയോ? വേഗം വാ. പിന്നെ ചോദിക്കാൻ മറന്നുപോയി. അമർനാഥ് അങ്കിളിന് സുഖാണോ? അച്ഛന് സുഖം തന്നെ. കൽപ്പന, പോയുടെ ഫോൺ ചെയ്യണേ. ശരി വിനോദ്, എന്ന് ഞാൻ ഓക്കെ, നീ പോയിട്ട് വാ. സൂക്ഷിച്ചു പോണേ. ബൈ ബൈ. ടേക്ക് കെയർ. സമയമായി. ആവോ ആവോ. കള്ളന്മാരുടെ ശല്യം ഒരുപാടുണ്ട്. സൂക്ഷിച്ചിരിക്കണം മോളെ. ശരി മമ്മി. ഞങ്ങള് സിറ്റിയിലോട്ട് പോയി ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാ. ആവശ്യം പോലെ വാങ്ങിച്ചോണ്ട് വരാം. എന്നെ അനുഗ്രഹിക്കച്ച. എന്താ മോളെ ഇതൊക്കെ? നമ്മള് തുണി എടുക്കാൻ വേണ്ടി സിറ്റിയിലോട്ട് പോവാ. ഇവള് ഭർത്താവിന്റെ വീട്ടിൽ പോകുന്ന പോലെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നത്. അവൾക്ക് നമ്മളോട് അത്രയ്ക്ക് സ്നേഹ. നന്നായി വാ, നന്നായിട്ട് വാ, നന്നായി വാ. ശരി, ഞങ്ങൾ bye. വേഗം വരാം. എന്റെ തങ്കക്കുടമേ. അയ്യോ കള്ളി പെണ്ണേ. വന്നു വന്നു. എത്ര ദിവസമായി? കഴിഞ്ഞ ദീപാവലിക്ക് നിന്റെ അച്ഛൻ പോയിട്ട് വന്നതിന് ശേഷം
ദാ, ഈ മകരസംക്രാന്തിയായി അങ്ങനെ പോവാൻ. ശരി, സമയം കളയാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതൊന്നും വേണ്ട, കല്യാണത്തിന് ശേഷം മതി. ശ്ശേ, നിന്റെ തന്തപ്പടി നമ്മുടെ കല്യാണം സമ്മതിക്കാൻ നിനക്ക് വിശ്വാസമുണ്ടോ? നമുക്കുള്ളിൽ എന്തെങ്കിലും നടന്നാൽ അതൊരു കാരണം പറഞ്ഞ് അങ്ങനെ സമ്മതിക്കാൻ ട്രൈ ചെയ്യാം. ആ അച്ഛൻ എന്നോട് സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് പോയിരിക്കും. സേഫ്റ്റിക്ക് പല സാധനങ്ങളും അത് ഞാൻ പറഞ്ഞുതരാം, നീ പേടിക്കണ്ട പെണ്ണെ. അതെ, പേട്ടിയെടുത്ത് കഥവ് അടച്ചിടാൻ പറഞ്ഞപ്പോ അവള് തുറന്നിട്ടിരിക്കുക. മറന്നുപോയോ അവള്? എന്താ വാതിലൊക്കെ തുറന്നു കിടക്കുന്നത്? എന്താ ഇത്? എടാ ദ്രോഹി, എടാ ദ്രോഹി, എന്തുവാടാ ഇത്? എന്തുവാടാ ഇത്? എടാ തെരുവുതോറും ചുറ്റിക്കറങ്ങി വീട് കിട്ടായിരുന്നു നിന്നെ. നല്ലവനാണല്ലോ എന്ന് കരുതി ഈ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ട എന്നോട് തന്നെ നീ ഈ പണി കാണിച്ചല്ലോടാ. ഇല്ല സേട്ടങ്കിൾ, ഇങ്ങനെ വല്ലതും ഞങ്ങൾക്കുള്ളിൽ ഒരു മിസ്റ്റേക്ക് നടന്നാൽ നിങ്ങൾ ഞങ്ങളെ കല്യാണം സമ്മതിക്കുന്നു. ഇണ്ടിപ്പോക്കരുത് പറഞ്ഞേക്കാം. ഡി, വീട് പൂട്ടിയിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോ ഇവനെ വീട് തുറന്ന് അകത്തോട്ട് കയറ്റിയോ? എടാ, എന്റെ ഗാഡി ഓടിക്കാൻ പറഞ്ഞ നീ എന്റെ ബേട്ടിയെ ഓടിച്ചോണ്ടിരിക്കുവാന്നോടാ. ഇല്ല സേട്ടങ്കിൾ, ഏതോ അറിയാതെ നടന്നു പോയി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളെ. ഞാൻ വെച്ചിരുന്ന വെറ്റില എടുത്ത് കഴിച്ച പോലെ അറിയാതെ സംഭവിച്ചാണെന്ന്. എന്റെ മോളാടാ, അവിടെ ജീവിതം പോയില്ലേ ഇപ്പൊ? ഞാൻ കെട്ടിക്കോളാം സേട്ടങ്കിളെ. എടാ, നിന്നെ കല്യാണം കഴിച്ചാലും അവിടെ ജീവിതം പോയില്ലേ? നിന്റെ സമുദായം ഏതാ? നിനക്ക് കാശ് വല്ലതും ഉണ്ടോ? അത് പറ. ഞാൻ വെച്ചിരിക്കുന്ന കാറിന്റെ കാശ് പോലും ഉണ്ടോ നിന്റെ? സേട്ടങ്കിൾ, താങ്കളുടെ കാറിന്റെ ഡീസൽ പെട്രോൾ എല്ലാം ഞങ്ങളുടെ തറവാട്ടിന്റെ കിണറ്റിന്നാ വരുന്നത്. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? എന്തെന്ന് വെച്ചാൽ എന്റെ അച്ഛൻ ദുബായിൽ 7 എണ്ണ കിണർ വെച്ചിട്ടുണ്ട്, വലിയ കോടീശ്വരനാണ്. എടാ, എങ്കിൽ പിന്നെ നീ എന്തിനാ എന്റെ വീടിന്റെ മേളിൽ 3 മാസം വാടക ഇല്ലാതെ ഇരുന്നത്? അത് വേറെ ഒന്നുമില്ല സേട്ടങ്ങൾ, എനിക്കും എന്റെ അച്ഛനും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം. അത് കാരണം ഞാൻ ദേഷ്യപ്പെട്ട് വന്നതാണ്. ഓ, അത് ശരി. അത് മാത്രമല്ല, ഞാൻ പണക്കാരെന്ന് പറയാതെ ഒരു പാവപ്പെട്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ പെണ്ണിന്റെ മനസ്സിൽ ഞാൻ നുഴഞ്ഞു കയറിയില്ലേ? അത്രേ ഉള്ളൂ കാര്യം. എന്താണെങ്കിലും ശരി, എന്റെ മോക്ക് നല്ല ജീവിതം കിട്ടിയാ മതി. നേരത്തെ തന്നെ ചോദിച്ചക്കാരൻ പറഞ്ഞിട്ടുണ്ട്, അവള് കോടീശ്വരിയായി റാണിയെ പോലെ ജീവിക്കുമെന്ന്. സേട്ടങ്ങൾ, അധികം താമസിക്കാതെ തന്നെ നിങ്ങളുടെ മോളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടി, അല്ലല്ല എന്റെ ഭാര്യയാക്കി അവളെ ഞാൻ എന്റെ കൂടെ അങ്ങ് ദുബായിക്ക് വിളിച്ചോണ്ട് പോകും. അതിന് നീ കോടീശ്വരനാണെന്ന് കാണിക്കണം, ഇതുപോലെ കൈ വെക്കുകയും ചെയ്യരുത്. കോടീശ്വരനായ എന്റെ അച്ഛനെ വിളിച്ചോണ്ട് വന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാം. വരട്ടെ. ആദ്യം അത് ചെയ്യേ. Come in. വാവ്, വീട് വളരെ നന്നായിരിക്കുന്നു. വെരി ബ്യൂട്ടിഫുൾ വിനോദ്. Thank you. നീ എവിടെയാണ് താമസം? No, no, no. This is my guest house. ഓ, വിനോദ്, സത്യത്തിൽ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്തു. ഐ എം റിയലി വെരി വെരി ഹാപ്പി വിനോദ്. ചുമ്മാ ഇങ്ങനെ ചാനൽ മാറ്റാതെ ഒരെണ്ണം വെക്ക്. മോളെ, നമ്മളെ ചെറിയച്ഛന് സിനിമാ പാട്ട് കാണണോ അത്രേ, അതുകൊണ്ട് ആ ചാനൽ ഒന്ന് മാറ്റി കൊടുക്കും മോളെ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് വരുന്ന ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് പ്രേമത്തിൽ ജയിച്ചവർ എന്നീ ഒരു പ്രോഗ്രാം ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ചെന്നൈയിലേക്ക് ചിലർക്ക് ലോറെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ പേരാണ് ശിവ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഇദ്ദേഹത്തിന്റെ ലവർ ആരാണെന്ന് നോക്കാം. ചേട്ടത്തി, ടിവിയിൽ ശിവയെ കാണിക്കുന്നു, വേഗം വരൂ. എന്റെ പേരക്കുട്ടി എവിടെടി? ഇവരെപ്പോഴാണ് ലവ് ചെയ്തത്? ഇവരുടെ മാരേജ് എപ്പോഴാണ്? അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ? ഇവര് മാത്രമല്ല, ഇനി ഒരുപാട് പേര് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളാരും കാണാൻ മറക്കരുതേ. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക്. മോളെ, നമ്മുടെ ശിവയാണോ ഇവൻ? ഏത് പെണ്ണിനോടൊപ്പം ഇങ്ങനെ കറങ്ങുന്നേ? വേണേ, എന്റെ മരുമോനെ കുറിച്ച് എനിക്കറിയൂലേ, അവൻ അങ്ങനെയൊന്നും തെറ്റ് ചെയ്യുന്ന ആളല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവനെ ചെന്നൈയിലേക്ക് വിടരുതെന്ന്. ഇനി നാട്ടുകാരൊക്കെ നമ്മളെ എങ്ങനെ ബഹുമാനിക്കും? അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുക?
അന്ന് തന്നെ ഞാൻ പറഞ്ഞത് അവൻ അനുസരിച്ചില്ലല്ലോ. അളിയൻ വരട്ടെ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. നീ അകത്ത് ചെന്ന് മോളെ സമാധാനിപ്പിക്കും. ഇന്ന് തന്നെ ശിവൻ ചെന്നൈ ഇവിടെ വന്നേ മതിയാവൂ. എന്ത് പറഞ്ഞ അവനെ ഇങ്ങോട്ട് വരുത്തിക്ക? എടി മോളെ, ഞാൻ ചാകാൻ കിടക്കാന്നും പറഞ്ഞു വരാൻ പറ. അയ്യോ അമ്മേ, നിന്റെ അമ്മാവൻ കോയമ്പത്തൂരിൽ നിന്ന് വന്നോട്ടെ, എന്തൊക്കെയാണെന്ന് അന്വേഷിക്കാൻ പറയാം. നീ കരയാതെ, നീ കരുതുന്ന പോലെ ഒന്നും ഉണ്ടാവില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നത്. കരയാതെ കരയാതെ. പറ രാമസ്വാമി. അല്ല ചേട്ടാ, ടിവിയിലെ ന്യൂസ് കണ്ടായിരുന്നു. ഞാൻ എന്താ ഈ പറയുന്നേ? നാട് മുഴുവൻ നിങ്ങളുടെ മോനെ കുറിച്ച് സംസാരം. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ മോൻ ഇതുപോലെ ഒന്നും ചെയ്യരുതായിരുന്നു. വല്യച്ഛ, ശിവയോട് ഇനി അവിടെ നിൽക്കണ്ടെന്ന് പറയൂ. എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറയൂ. നീ പറഞ്ഞത് ശരിയാ, ഉടനെ അവനോട് വരാൻ പറയാം. എടാ പഴനി, ഇനിയുള്ള നിന്റെ തീരുമാനം എന്താ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാവുന്നേ. ഫോണൊന്ന് വെക്കുന്നുണ്ടോ? എടാ ശിവ, നിനക്ക് വല്ല സ്ഥലത്തും വല്ല ജോലിയും കിട്ടിയോ? ആ അതേടാ, മാത്രമല്ല നീ എവിടെ പോയി? ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, മീനയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതാ. നിനക്ക് ഒരുടാ എല്ലാ ഡേയും. നീ വലിയ ഭാഗ്യവാനാണ് മോനെ. അല്ല, നീ എന്താ ഒരുമാതിരി ഡള്ളായിരിക്കുന്നത്? ഞാൻ അറിയാതെ എന്റെ ഫോട്ടോ ടി വിക്കാർക്ക് കൊടുത്ത് ഞാൻ അവിടെ കല്യാണം കഴിക്കാൻ പോകുന്നു പറഞ്ഞിരിക്കുക. മീനെ ഇതെങ്ങനെ കണ്ട എന്ത് സംഭവിക്കുന്ന എന്റെ പേടി. ഹലോ മോനെ, ഞാൻ ചെറിയച്ഛനാ സംസാരിക്കുന്നേ. ആ പറഞ്ഞ അങ്കിൾ. മുത്തശ്ശി ഒരുപാട് സീരിയസ് ആയിട്ടാണ് ഉള്ളത്. അച്ഛൻ നിന്നോട് ഇങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ നോക്കാം. എന്താ എന്ത് പറ്റി? മുത്തച്ഛി സീരിയസ് ആടാ. എന്നാ വേഗം പോടാ. ശരി, ശരി. നിന്ന് സമയം കളയാതെ. ഇതെങ്ങനെയുണ്ട്? വളരെ ശരിയായിട്ട് തന്നെ പറഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ ഗോപാലന്റെ ബിൽഡിങ്ങിലുള്ള ഇന്റർവ്യൂ വരെ ഒന്ന് പോകും. അപ്പൊ ഞങ്ങളോ? നിങ്ങൾ എവിടെയെങ്കിലും പോയി കറങ്ങടാ. എടി യാമിനി, ഇന്നലെ നീ സ്പൈഡർമാൻ CD വാങ്ങിച്ചോണ്ട് പോയില്ലേ? എപ്പോഴാ തിരിച്ചു തരാൻ പോകുന്നേ? എന്ത്? രാജമ്മയുടെ കൈ കൊടുത്തെന്നോ? അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ദേ നോക്ക്, നാളെ തന്നെ എന്റെ CD എന്റെ കൈ കിട്ടിയേ പറ്റൂ. പറഞ്ഞത് മനസ്സിലായല്ലോ? എന്താടാ മേലോട്ടും താഴോട്ടും നോക്കി നിൽക്കുന്നേ? എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് 100 ആയുസ. നീ കാണിച്ച തെമ്മാടിത്തരത്തിനെ നിന്റെ അച്ഛനും അമ്മയും മാത്രമല്ല, നിന്നെ ഭർത്താവായി കരുതിക്കൊണ്ടിരിക്കുന്നില്ലേ ഒരു മണ്ടിപ്പെണ്ണ്. അവരെല്ലാരും കൂടിയേ നിനക്കവിടെ എന്തോ വെച്ചിട്ടുണ്ട്. ചെന്ന് നോക്ക്. വാ മരുമോനെ, മദ്രാസിൽ ഒരുപാട് സന്തോഷിച്ചിരിക്കുവായിരുന്നല്ലോ. അമ്മാവൻ എപ്പോഴാ വന്നത്? അതൊക്കെ ഞാൻ പറയാവുന്നേ. ഞാൻ ഈ ഗോവ, കൊച്ചി, പോണ്ടിച്ചേരി എന്നൊക്കെ പോയി താമസിച്ചിട്ട് ഇന്നലെ രാത്രിയാ വീട്ടിലേക്ക് എത്തിയത്. ഞാൻ വന്ന സമയമാണോ എന്തോ അറിയില്ല. ഇവിടെ വീട്ടിൽ ആർക്കും ഒരു സമാധാനവും ഇല്ല. അല്ലമ്മാവ, മുത്തച്ഛി സീരിയസ് ഒന്നും പറഞ്ഞില്ല അച്ഛൻ ഫോൺ ചെയ്തത്. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോ നോക്ക് മരുമോനെ, ഇന്നലെ ടിവിയിൽ നിന്നെ ഒരു പെണ്ണിനെയും വെച്ച് കണ്ടപ്പോ ഇവിടെ ഉള്ളവരുടെ സമാധാനം പോയിരിക്കുക. നീ ഇങ്ങനെ ചെയ്യാവോ മോനെ? അമ്മാവൻ വിചാരിക്കും പോലെ ഒന്നും തന്നെ ഇല്ല. അമ്മായെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഒന്നും പറയണ്ട, മീനെ സംശയിച്ചത് സത്യമായി പോയി. അമ്മ ഇതൊക്കെ വിശ്വസിക്കുകയാണോ? ആ പെണ്ണ് ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ അറിയാതെ തന്നെ ആരോ കളിച്ചിരിക്കുക അമ്മേ. എടാ, നിനക്കിനി ആ ജോലിയും വേണ്ട, ചെന്നൈയും വേണ്ട. ഞാൻ നിന്നെ അങ്ങോട്ട് വിടില്ല. അമ്മ പറയുന്ന മനസ്സിലാക്ക്. മീനെ അല്ലാതെ എന്റെ മനസ്സിൽ ആരും തന്നെ ഇല്ല. അവളെ ഞാൻ ദ്രോഹിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇപ്പൊ തന്നെ ഒരു തീരുമാനം എടുത്തിരിക്കുക. ഈ നിമിഷം തന്നെ ഞാൻ മീനയുടെ കഴുത്തിൽ താലി കെട്ടാൻ തയ്യാറാ. ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കമ്മേ. നാളെ രാവിലെ നിന്റെ മീനയുടെ കല്യാണം അമ്പലത്തിൽ വെച്ച്. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേ. ചെയ്യാവുന്നേ. ഈ സന്തോഷം ആഘോഷിക്കണമെങ്കിലേ ഗോപാലന്റെ ബിൽഡിങ്ങിലുള്ള ഇന്ദ്രപുരി വരെ ഒന്ന് ചെല്ലട്ടെ.
ഓം കല്യാണായ ഗാമിജാതപ്രധായിനേ ശ്രീമതി വെങ്കടനാഥായ ശ്രീനിവാസായ മംഗളം ശതമാനം ഭവതി സദായുഷ്പുതേന്ദ്രിയേ ആയുഷ്യേവേന്ദ്രിയേ പ്രതിഷ്ഠതി ശ്രീർവത്സമാജു സമാരോഹ സമാവീഥ ശോഭമാനമികേ ധാന്യം ധനം വസും ബഹപുത്രലാഭം സദസംവത്സരം ദീർഘമായുഃ ദീർഘായുഷ്യവ മുഹൂർത്തത്തിന് നേരമായി താലി എടുത്ത് അങ്ങോട്ട് കൊടുക്ക്. ഗാമിദാത്തപ്രധായിനേ മാംഗല്യം തന്തുനാനേന മമ ജീവനഹേതുനാ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധകേ ശരണ്യേന കണ്ഠേ ഗൗരിനാരായണേ നമോസ്തുതേ ദീർഘായുഷ്യമത്വാദീർഘസമംഗല്യാവാപ്തിരസ്ത്വ അരോഹജനഃ. അതൊക്കെ ഞാൻ ഏറ്റു അമ്മാവ. അമ്മാവൻ വരുമ്പോ ഞാൻ നോക്കിക്കോളാം. എന്തിനാ ഇങ്ങനെ എല്ലാരും കണ്ണും തിരുമ്മിക്കൊണ്ടിരിക്കുന്നേ? കൂട്ടിക്കൊണ്ട് പോകുന്നത് ആരാ? ചെറുമോനല്ലേ? കൂടെ പോകുന്നത് ചെറുമോളും. പിന്നെ എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ വിഷമിക്കുന്നത്? സന്തോഷമായിട്ട് ചെല്ലു മക്കളെ. എന്റെ ചക്കര മുത്തശ്ശിയല്ലേ ഉമ്മ. എന്നാ പോയിട്ട് പോവാ മോളെ. ചേട്ടാ ഉം. എല്ലാരും ഓരോന്നും പറഞ്ഞ് ഇവിടെ വൈകിച്ചോണ്ടിരിക്കുക. നമുക്ക് വേഗം escape എന്നാ ആകാം. ഓക്കേ. എന്റെ ചക്കര കൊണം ചെല്ലു മോളെ, ചെല്ല്. വരണേ മുത്തശ്ശി. ആ. എന്നാ വരുന്നേ. സൂക്ഷിച്ചു പോണേ മോനെ. അച്ഛാ എന്നെ കാണാം. വിനു, ആരും വന്നിട്ടുണ്ട്. നോക്കട്ടെ. വരാൻ 4 ദിവസമാവെന്ന് പറഞ്ഞില്ലേ? എന്താ പെട്ടെന്ന്? അതൊക്കെ വിട്. ആരാ ഈ പെണ്ണ്? വിനു, എന്റെ ഗേൾഫ്രണ്ട്. അവൾ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? ചുമ്മാ എന്നെ കാണാൻ വേണ്ടി വന്നതാ. ആദ്യം ഈ പെണ്ണിനെ അവളുടെ വീട്ടിൽ വിട്ടിട്ട് വാ. പോ, അയ്യോ അതല്ല കൽപ്പന. പുറത്ത് പോടാ. വിനു, വിനു, വാ വാ. എന്താടാ? കൽപ്പന എന്റെ ലാപ്ടോപ്പും മൊബൈലും പിന്നെ ഡയറിയും നിന്റെ വീട്ടിലാ. ഞാനിപ്പോ ഒന്ന് അത് എടുത്തോട്ടെ. നിന്നെ നല്ലവനാണെന്ന് വിശ്വസിച്ചത്, പക്ഷെ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് കരുതിയില്ല. നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഈ ഭാഗത്തേക്ക് എങ്ങാനും വന്നാലോ, അല്ലെങ്കിൽ എനിക്ക് ഫോൺ ചെയ്താലോ ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്യും. എന്താടി കിടന്ന് തുളുന്നേ? എന്നെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല. എന്താടാ, ഭീഷണിയാണോ? എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല. നിന്റെ ലാപ്ടോപ്പ്, മൊബൈൽ, ഡയറി ഇതൊന്നും നിനക്ക് കിട്ടില്ല. ഇനി ഈ കൽപ്പന എന്താ ചെയ്യാൻ പോന്നെന്ന് കണ്ടോ? വിനു, നിന്റെ ആ റിലേറ്റീവ് കുട്ടി എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ കാരണം നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നീ എന്താടാ ഒന്നും സംസാരിക്കുന്നേ ഇല്ലല്ലോ. ഞാൻ വിനോദല്ല, കൽപ്പന. കൽപ്പനയോ?
ആരാ നീ? നിന്റെ പേരെന്താ? എന്റെ പേര് നിഷ, ഡോക്ടർ സീതാരാമന്റെ മകളാ. നിന്റെ അച്ഛൻ സിറ്റിയിലെ എത്ര വലിയ ആളാ? അദ്ദേഹത്തിന്റെ പേര് ചീത്തയാക്കാമോ? നീ കരുതുന്നത് പോലെ വിനോദ് അത്ര നല്ലവനല്ല. ഇനി ഒരിക്കലും അവനെ കാണരുത്, മിണ്ടരുത്. ഇനി എനിക്കൊന്നും പറയാനില്ല. ഹലോ, നീ എന്നെ തേടി വരുമെന്ന് എനിക്കറിയായിരുന്നു. അതൊക്കെ ഇരിക്കട്ടെ, നീ എന്തിനാ വിനോദിനെ കുറിച്ച് കുറ്റം പറയുന്നേ? ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്, അവനെ കല്യാണം കഴിക്കൂ. അവൻ നല്ല കുടുംബത്തിലെ പയ്യനാ, നല്ലവനാണെന്നാ ഞാനും കരുതിയത്. എന്നോട് മതിപ്പുണ്ടെന്ന് അഭിനയിച്ച് എന്നെ ചതിക്കായിരുന്നു. എന്തുകൊണ്ടാ വിനോദിനെ ചതിയനാണെന്ന് പറയുന്നത്? നിഷ, സത്യം എന്താന്ന് നിനക്കറിയില്ല. ദയവേത് ഇവിടുന്ന് പൊയ്ക്കോ. ഞാൻ പോകില്ല. അതെയോ? ഒന്ന് വെയിറ്റ് ചെയ്യ്. കണ്ണു തുറന്ന് കാണും. നീ നല്ലവനെന്ന് കരുതിയ വിനോദ് എന്താ കാണിച്ചിരിക്കുന്നെന്ന് കണ്ടോ? അവനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും എനിക്കറിയാം. നീ വിഷമിക്കണ്ട, പൊയ്ക്കോ. ആ ഫോൺ എന്റെ അടുത്ത് തന്നേക്ക്. ഇതെന്റെ കയ്യിലിരിക്കുന്നതാ നിനക്ക് സേഫ്റ്റി. നീ പൊയ്ക്കോ, പോ. വാ നിഷേ. എനി പ്രോബ്ലം? എന്നെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം കൽപ്പന നിന്നോട് പറഞ്ഞു അല്ലേ? പ്രേമിക്കുന്നത് പോലെ അഭിനയിച്ച് എന്തിനാണ് എന്റെ വീഡിയോ എടുത്തത്? നിന്നെ മാത്രല്ലടി, നിന്നെ പോലെ ഒരുപാട് പെമ്പിളരെ പടം എടുത്ത് ഞാൻ നെറ്റിലിട്ടിരിക്കടി. അടുത്ത് വരാൻ പോകുന്നത് നീയാടി. എന്താടാ പറഞ്ഞത്? നിന്നെ ഞാൻ വെറുതെ വിടില്ല. പറയൂ വിനോദ്. അച്ഛൻ, ഞാൻ കൽപ്പനയുടെ അടുത്ത് ഒരു വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക. എന്റെ ലാപ്ടോപ്പ്, ഡയറി, മൊബൈൽ ഫോൺ എല്ലാം അവളുടെ കയ്യിലാ. അവൾ അത് വെച്ച് എന്നെ ത്രിട്ടൺ ചെയ്തോണ്ടിരിക്കുക. അവളോട് ഞാൻ ചോദിച്ചു നോക്കിയതാ, പക്ഷെ അവൾ തരുന്നില്ല. എന്റെ സെൽഫോൺ, ലാപ്ടോപ്പിലാ എന്റെ എല്ലാ എവിഡൻസും ഉള്ളത്. ഡാഡി, ഇപ്പൊ എന്താ ചെയ്യുന്ന എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് വല്ലാതെ പേടി തോന്നാ ഡാഡി. അച്ഛന്റെ മോൻ വേണമെങ്കിൽ അച്ഛൻ എന്നെ രക്ഷിക്കണം. കൽപ്പന എങ്ങനെ പോലീസിൽ പോയാൽ എനിക്ക് വലിയ പ്രശ്നമാവും. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ മുംബൈയിലേക്ക് പുറപ്പെടാൻ നോക്ക്. ആ കൽപ്പനയെ ഞാൻ നോക്കിക്കോ. ഓക്കെ ഡാഡി. കുനിയടാ. എന്താടാ, ഒപ്പിട്ടോ ഇല്ലയോ? ഇവനെ അടിച്ചു നോക്കി പേടിപ്പിച്ചു നോക്കി, ഒപ്പിടുന്നില്ല സഖാവേ. ഡേയ്, ഇത് ഏതാ സ്ഥലം എന്നറിയോ? നിനക്ക് ഈജിപ്തിലെ പിരമിഡ് അറിയാമോ? ഇത് ചന്ദ്രുവിന്റെ പിരമിഡ്. നിന്നെ പോലെ ഞാൻ പറഞ്ഞത് കേൾക്കാത്ത ഒരുപാട് പേര് ഇതിനകത്ത് പൊതഞ്ഞു കിടപ്പുണ്ട്. ഒപ്പിടുന്നോ ഇല്ലയോ? നീ ആരായിരുന്നാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഒപ്പിടില്ല. നിനക്ക് സ്നേഹത്തിന്റെ ഭാഷ മനസ്സിലാവില്ലല്ലേ? ഞാൻ കൈനീട്ടി പൈസ വാങ്ങിച്ചു കഴിഞ്ഞു.
മര്യാദയ്ക്ക് നീ പത്രത്തിൽ സൈൻ ചെയ്താൽ ജീവനോടെ വീട്ടിൽ ചെല്ല, അല്ലെങ്കിൽ ഇതിനകത്ത് പൊതഞ്ഞു കിടക്കും. മനസ്സിലായോ നിനക്ക്? ഞാൻ ഒപ്പിടുന്ന പ്രശ്നമില്ല. എന്റെ ജീവൻ തന്നെ പോയാലും ശരി, ഞാൻ ഒപ്പിടുന്ന പ്രശ്നമില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്യടാ. മണ്ണിട്ട് പുതക്കടാ അവനെ. അമർനാഥ് സാർ പറയൂ സാർ. സുഖല്ലേ? കുറച്ച് പ്രശ്നമുണ്ട്. എന്ത് പറ്റി സാർ? എന്റെ മകൻ ഒരു വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക, റിലേഷനിലുള്ള ഒരു പെണ്ണിന്റെ അടുത്ത്. അതുകൊണ്ട് അവനെ മുംബൈയിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുക. അവൻ ചെയ്തിരിക്കുന്ന തെറ്റായ കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പിലും മൊബൈലിലും ഒക്കെ കുടുങ്ങിയിരിക്കുക. അവള് പോലീസിൽ പോകുന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. ഞാൻ എന്ത് ചെയ്യണം? ആ പെണ്ണ് പോലീസിൽ പോകുന്നതിന് മുൻപ് അവിടെ കയ്യിലുള്ള എവിഡൻസ് എല്ലാം എന്റെ കയ്യിലെത്തണം. എന്താ സാർ ഇത്? വളരെ സിമ്പിളായ കാര്യം. ഇപ്പോഴാണ് അവർ തന്റെ കഥ കഴിച്ചത്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ജെയിംസ് എന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവന്റെ ഈ കാശ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കോളൂ. ഓക്കെ, അങ്ങനെ തന്നെ ചെയ്തേക്ക്. ക്യാരി ഓൺ. പറയടാ ചന്ദ്രു. ജെയിംസ്, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. അതെ, നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ ബാംഗ്ലൂരിലാ. കാര്യം എന്താന്ന് പറ. ഒരു പെണ്ണിന്റെ അടുത്ത് വളരെ പ്രധാനപ്പെട്ട എവിഡൻസ് ഉണ്ട്, അത് പോക്കണം. ഞാൻ ചോദിക്കുന്ന പൈസ തന്ന ആ എവിഡൻസ് മാത്രമല്ല, ആ പെണ്ണിനെയും പൊക്കിക്കൊണ്ടുവരാം. നീ നോക്ക്, ആദ്യം ജോലി തീർക്ക്. നീ ചോദിക്കുന്ന പൈസ നിന്റെ കൈ കിട്ടും. ഓക്കെ? ഓക്കെ. ആ പെണ്ണിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മെയിൽ ചെയ്യേ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ശരി. മീന, കൽപ്പന. ഹായ് കൽപ്പന. ഹായ് മീന. എത്ര നാളായി എത്ര കണ്ടിട്ട്? കാലായി? അത് ഞാനാ ചോദിക്കേണ്ടത്. നീ എങ്ങനെ ഇവിടെ? ചെന്നൈയിലാണോ ഉള്ളത്? അതെ, ഞാൻ ചെന്നൈയിൽ തന്നെയാ ഉള്ളത്. അല്ല, നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ? ആ, കല്യാണം കഴിഞ്ഞ് 1 വർഷമായി. നിന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? അദ്ദേഹം ഡൽഹിയിലെ ഒരു കമ്പനിയിൽ GM ആ. മന്ത്ലി മനസ്സേ ഇങ്ങോട്ട് വരും. അപ്പൊ നീ ഒറ്റയ്ക്കാണോ താമസം? അതെ. നിനക്കെപ്പോഴാ കല്യാണം കഴിഞ്ഞത്? എന്റെ കല്യാണം കഴിഞ്ഞ് 2 മാസമേ ആയുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ചെന്നൈയിലേക്ക് വന്നത്. വളരെ സന്തോഷമായിരിക്കുന്നു. എനിക്ക് ചെന്നൈയിൽ ആരെയും അറിയില്ല. അദ്ദേഹം ഓഫീസിൽ പോയി കഴിഞ്ഞാ എനിക്ക് ഭയങ്കര ബോറാ. ഇനി ഞാനുണ്ടല്ലോ. അതെ കൽപ്പന, നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എനിക്കും അതെ. നീയും നിന്റെ ഹസ്ബൻഡും അടുത്ത ഞായറാഴ്ച എന്റെ വീട്ടിലേക്ക് വരണം. നിങ്ങളുടെ മാരേജ് ഡിന്നർ എന്റെ വീട്ടിലാണ്. ഓക്കെ? നിന്റെ മൊബൈൽ നമ്പർ തന്നെ. 8189942833. Address number 37 Main Road, Anna Nagar. ശരി, Bye. Bye. എന്താ ചേട്ടാ ഇത്? എന്താ ഈ കളി? നിനക്കെന്താടി കുറച്ചുപോലും പേടിയില്ലേ? കഥ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കെ. ഇതേ ചെന്നൈയാ, ഒരുപാട് കെയർഫുൾ ആയിരിക്കണം. സോറി ചേട്ടാ, ഞാനതങ്ങ് മറന്നുപോയി. ശരി, നിങ്ങൾ ചെന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വാ. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. എനിക്കിപ്പോ കഴിക്കാനുള്ള മൂടൊന്നുമില്ല. ആദ്യം അത് എന്നിട്ട് കഴിക്കാം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. പറ. വരുന്ന സൺഡേ എന്റെ ഫ്രണ്ട് കൽപ്പന വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയോ? എന്റെ ഫ്രണ്ട് കൽപ്പന ഇവിടെ ചെന്നൈയിൽ തന്നെ ഉണ്ട്. ഇന്ന് വൈകിട്ട് ഞാൻ അവളെ ഷോപ്പിംഗ് കോംപ്ലക്സ് മീറ്റ് ചെയ്തു. അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. നിനക്കിവിടെ ഒരു ഫ്രണ്ടുള്ള കാര്യം എന്നോട് പറഞ്ഞല്ലോ. ഇപ്പൊ പറഞ്ഞില്ലേ, അത് മതി. ശരി, നിന്റെ ഫ്രണ്ടേ നിന്നെക്കാളും സുന്ദരിയാണോടി? എന്താ ചോദിച്ചത്? ചുമ്മാ പറഞ്ഞതാ. എനിക്ക് എന്റെ മീനിയാണ് എപ്പോഴും സുന്ദരി. ആ ഏയ് വാ മോളെ ശർമിലി, സുഖമാണോ? സുഖായിരിക്കുന്നു uncle. അച്ഛനും അമ്മയ്ക്കൊക്കെയോ? ആ, സുഖായിട്ടിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ പുതിയ സാധനം വന്നിട്ടുണ്ട്, പോയി എടുത്തോളൂ. ചെല്ല്, വാടി. ചെല്ല്. അത് തന്നെ.
ഫോട്ടോ. ഷർമിലി, നീ കൽപ്പനയുടെ ഫോട്ടോ താഴെ ഇട്ട് വന്നോ? താങ്ക് യു. ആ ഇവ അടിച്ച് പാമ്പാ എന്നാ തോന്നുന്നത്. എടാ മുരുകേശേ ഒന്ന് എഴിക്കടാ. ആര് ശിവ? എടാ എന്തിനാടാ ഇങ്ങനെ അടിച്ച് പാമ്പാവുന്നേ? കൊടുക്കലത്തെ കുടിയാൻ തോന്നുന്നു. നീ ഡ്യൂട്ടിക്ക് പോയിട്ട് 2 ദിവസമായെന്ന് കേട്ടു. എല്ലാത്തിനും നീയാണടാ കാരണം. ഞാൻ കാരണം? ഒന്ന് തെളിച്ച് പറയടാ. കളിയല്ല, ഞാൻ സത്യമാ പറയണേ. നീ നല്ലവനാണെന്ന് നിന്റെ ഭാര്യയോട് ഞാൻ പറയാൻ പോയി. അവൾ എന്നെ ചെരുപ്പെടുത്ത് അടിച്ചപോലെ ഇനി എപ്പോഴും വീട്ടിൽ വരുമെന്ന് പറഞ്ഞ കളിയാ. മനസ്സാ കലങ്ങിപ്പോയി. അതാ വെള്ളം അടിച്ചോണ്ടിടാ. വഴക്ക് പറഞ്ഞത് മീനയല്ലേ, അതിനെന്തിനാ നീ ഇങ്ങനെ വെള്ളം അടിക്കുന്നേ? ശരി, 2 പേക്ക് അടി. എനിക്ക് വെള്ളം അടിക്കാൻ പറ്റില്ല. മീനയുടെ ഫ്രണ്ട് ഒരു കൽപ്പന, അവളെ വീട്ടിലെ ഡിന്നറിന് പോവാ. നീ ഇവിടെ എന്തെടുക്കാൻ നോക്കിട്ട് പോവാൻ വേണ്ടി വന്നതാ. പോടാ പോ. നിന്റെ ഭാര്യയുടെ ഫ്രണ്ട് വിളിച്ചു എന്ന് പറഞ്ഞ് നീ ഡിന്നറിന് പോണം. പക്ഷെ വെള്ളം അടിക്കാൻ വിളിച്ച ഈ ഫ്രണ്ടിനെ നീ അവമാനപ്പെടുത്തിയിട്ട് 2 പേക്ക് അടിക്കില്ലെന്ന് പറഞ്ഞല്ലേ? അപ്പൊ നിനക്ക് എന്നെ വേണ്ടല്ലടാ. എടാ ഞാൻ നിന്നോട് പറഞ്ഞില്ല എനിക്ക് ഡിന്നറിന് പോണോന്ന്. മണം വരും അളിയാ. ഇത് ഫോറിൻ സാധനമാണ്, സ്മെല്ലൊന്നും വരില്ല. നീ പറഞ്ഞ കേക്കില്ലല്ലോ. ശരി, ഒരെണ്ണം ഒഴുകി. ഹലോ കൽപ്പനെ. എന്താ മീനെ, സമയം ഒരുപാടായി. ഇനിയും നിങ്ങൾ ഇറങ്ങിയില്ലേ? സോറി കൽപ്പനെ, ചേട്ടൻ ഇനി വീട്ടിലെത്തിയിട്ടില്ല. എന്തായാലും ഒരു 1/2 മണിക്കൂറിനുള്ളിൽ എത്തും. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ വെയിറ്റ് ചെയ്യുന്നേ. പെട്ടെന്ന് വാ. ശരി. ഒരു മിനിറ്റ് മീന. എന്താ പിന്നെ? ചേട്ടൻ എവിടെയാ? കൽപ്പനയുടെ അടുത്തുനിന്ന് 2 തവണ ഫോൺ വന്നു കഴിഞ്ഞു. മഴ വരുന്നത് പോലെയുണ്ട്. ഇവിടെ ഓഫീസിലെ ലാസ്റ്റ് മിനിറ്റിൽ ഒരു അസൈൻമെന്റ് തന്നിരിക്കുക. അത് തീർത്തിട്ട് ഒരു ഹാഫ് ആൻ അവറിൽ ഞാൻ വന്നേക്കാം. വന്നേക്കാൻ പോന്നോ? ഓ ശോ. ചിയേഴ്സ്. ഇവള് വിടില്ലെന്നാ തോന്നുന്നേ. മോളെ, നീ ഒരു കാര്യം ചെയ്യ്. ഇവിടെ ഇപ്പൊ നല്ല മഴയാ. നിന്റെ ഫ്രണ്ടിന്റെ അഡ്രസ് എനിക്ക് അറിയാം. നീ ഒരു ടാക്സി എടുത്ത് നേരെ അങ്ങ് പോയേക്ക്. ഞാൻ വന്ന് ജോയിൻ ചെയ്തോളാം. ഓക്കെ? മുരുകേശ, ഹലോ, ആരാ അത്? ആരാ അവിടെ നിൽക്കുന്നത്? നിങ്ങൾ ആരാ? എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? നിങ്ങളല്ലേ കൽപ്പന? അതെ. ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് മീനയുടെ ഹസ്ബൻഡാ, ശിവ. ഓ അതെയോ? മീന വന്നില്ലേ? ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു വരണമെന്നാ വിചാരിച്ചേ. അപ്പോഴേക്കും മഴ പെയ്തു. അതുകൊണ്ട് ഞാൻ നേരിട്ട് ഓഫീസിൽ നിന്ന് വരിക. അല്പസമയത്തിനുള്ളിൽ മീനെങ്ങെത്തും. നിങ്ങൾ ആരാണെന്നറിയാതെ തെറ്റിദ്ധരിച്ചു പോയി. സാരമില്ല, അകത്തേക്ക് വരൂ.
അതൊന്നും കുഴപ്പമില്ല. അവൾ വരുന്നവരെ ഞാനിവിടെ നിന്നോളാം. എന്റെ ഭർത്താവിനെ പുറത്തു നിർത്തിയെന്നും പറഞ്ഞ് എന്നോട് വഴക്കിന് വരും. നിങ്ങൾ അകത്തേക്ക് വാ. ഇരിക്കൂ. ഞാൻ മീനെ ഒന്ന് വിളിക്കട്ടെ. നിങ്ങളിരിക്കെ. ഫോൺ കിട്ടുന്നില്ല. മഴ പെയ്യല്ലേ, ടവർ ഉണ്ടാവില്ല. ഞാനിപ്പോ വരാം. അയ്യോ, കറണ്ട് പോയല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ പോയി ക്യാൻഡിൽ എടുത്തോണ്ട് വരാം. പറ ജെയിംസ്. അമർനാഥ്, നിങ്ങൾ പറഞ്ഞതുപോലെ കൽപ്പനയുടെ കഥ കഴിഞ്ഞിരിക്കുന്നു. വളരെ സന്തോഷം. നല്ലൊരു ന്യൂസാ പറഞ്ഞിരിക്കുന്നത്. നാളെ നിങ്ങളെ ഞാൻ മീറ്റ് ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ഓക്കെ.
കൽപ്പന 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 എന്തോ കൽപ്പന അയ്യോ ഞാൻ എന്ത് ചെയ്യും കൽപ്പന അയ്യോ ചോര എന്ത് പറ്റി കൽപ്പന എന്ത് പറ്റി കൽപ്പന ആരെങ്ങനെ ചെയ്തത് ആരെങ്ങനെ ചെയ്തത് പറയ കൽപ്പന പറയ ഭർത്താവാണ് ഇവിടെ വന്ന് എന്നെ ഇങ്ങനെ ഇങ്ങനെ മരകതം, എനിക്കിഷ്ടമുള്ള കൊത്തമല്ലി ചമ്മന്തി ചെയ്തോ ഇല്ലയോ? ഒരു ചമ്മന്തിയല്ല 5 ചമ്മന്തി ചെയ്തിട്ടുണ്ട്. തേങ്ങാ ചമ്മന്തി, കൊത്തമല്ലി ചമ്മന്തി, കറിവേപ്പില ചമ്മന്തി, ഉള്ളി ചമ്മന്തി, പിന്നെ മാങ്ങാ ചമ്മന്തി. പക്ഷെ ഉപ്പ് മാത്രം കുറച്ചേ ഇടത്തുള്ളൂ, അങ്ങനല്ലേ? നിങ്ങളുടെ ശരീരത്തെ BP വളരെ കുറവല്ലേ, അതുകൊണ്ട് ഞാൻ വാരി അങ്ങ് ഇട്ടേക്കാം. മീന ഈ സമയത്ത് ഫോൺ ചെയ്യുന്നല്ലോ. എന്താ മീനയോ? ഹലോ, എന്തിനാ കരയുന്നേ? നീ ശിവയെടുത്ത് ഫോൺ കൊടുത്തേ. എന്താ മോളെ പറ്റിയത്? ശിവ എവിടെ? എന്താ പറ്റിയത്? ശിവ ശിവ എന്റെ ഫ്രണ്ട് കൽപ്പനെ കൊല ചെയ്തെന്നോ? എന്താ നീ പറയുന്നത്? എങ്ങനെ അവൻ ഇതൊക്കെ ചെയ്തു? എന്താ? എല്ലാം ഞാൻ നോക്കിക്കോളാം, നീ ധൈര്യമായിട്ടിരിക്കേ. ഇപ്പൊ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു വരാം, പേടിക്കണ്ട. ശരി മോളെ, ഒന്നും സംഭവിച്ചു കാണില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ ഇവൾ ഇങ്ങനൊക്കെ പറയുന്നേ? നീ കരയാതെ. എക്സ്ക്യൂസ് മീ, ഹലോ, നിങ്ങളാണോ ഞങ്ങൾക്ക് ഫോൺ ചെയ്തത്? അതെ സർ. നിങ്ങൾ ആരാണ്? ഈ കൊലപാതകം എങ്ങനെയാ സംഭവിച്ചത്? എന്റെ പേര് മീന, ഇവളെ കൽപ്പന, എന്റെ കോളേജ് ഫ്രണ്ടാ. സംഭവം നടക്കുമ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല സർ, ഞാൻ എന്റെ വീട്ടിലായിരുന്നു. ഞാനും എന്റെ ഹസ്ബൻഡും കൂടി ഇവിടെ ഡിന്നറിന് വരാമെന്ന് പറഞ്ഞിരുന്നു. പ്ലീസ് കരയരുത്, ധൈര്യമായിട്ടിരിക്കൂ. എന്താ സംഭവിച്ചെന്ന് പറയൂ, ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ വീട്ടിൽ നിന്ന് വരുന്നതിന് മുൻപ് തന്നെ എന്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് കൽപ്പനെ കൊല ചെയ്തു. നിങ്ങളുടെ ഹസ്ബൻഡാണ് കൊല ചെയ്തത് നിങ്ങൾ എങ്ങനെ പറയുന്നത്? അത് കൽപ്പന ചാകുന്നതിന് 5 മിനിറ്റ് മുൻപാണ് ഈ ലെറ്റർ എഴുതി വെച്ചിരിക്കുന്നത്. സർ, അത് മാത്രമല്ല, ഞാൻ വീടിനകത്ത് കയറി വരുമ്പോ അവള് ജീവന് വേണ്ടി പോരാടുകയായിരുന്നു. എന്നോടും നിന്റെ ഭർത്താവാണ് എന്നെ കൊന്നതെന്ന് പറഞ്ഞിട്ടാണ് മരിച്ചത്. നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോ എവിടെ ഉള്ളെന്നറിയാവോ? അറിയില്ല സർ, ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോയതാണ്. ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഫോണും സ്വിച്ച് ഓഫ് ആണ്. അയാളിപ്പോ എവിടെയാ ജോലി ചെയ്യുന്നത്? തുരപ്പാക്കത്തില് IT കമ്പനിയില്. കൽപ്പനയുടെ ഹസ്ബൻഡ് എവിടെയാ ഉള്ളത്? അദ്ദേഹം ഡൽഹിയിൽ ഒരു കമ്പനിയിലെ മാനേജർ ആണെന്ന് കൽപ്പന പറഞ്ഞിരുന്നു. കോൺസ്റ്റബിൾ,
ഇവരുടെ അടുത്ത് ക്ലീൻ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതി മേടിക്കണം. കൽപ്പനയുടെ ഹസ്ബൻഡിനോട് സംഗതി ശരി, സർ. പറയണം. അതെ, Yes, sir. ആംബുലൻസ് റെഡിയാണോ? റെഡി സാർ. പതുക്കെ പതുക്കെ സൂക്ഷിക്കണം. ബോഡി കവർ ചെയ്യും. ദയവ് ചെയ്ത് ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. ഈ കൊല ചെയ്തത് നിങ്ങളുടെ ഭർത്താവാണെന്ന് എങ്ങനെ അറിയാം? മരിക്കുന്നതിന് മുൻപ് കൽപ്പന എന്നോടെല്ലാം പറഞ്ഞിട്ടാണ് മരിച്ചത്. മരിച്ചുപോയ കൽപ്പനയ്ക്ക് നിങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനെ കുറിച്ച് എനിക്കറിയില്ല. നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പൊ എവിടെയാ? എനിക്കറിയില്ല. സാർ ഒരു മിനിറ്റ്, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റും. പ്ലീസ് ഉപദ്രവിക്കരുത്. കം. പെട്ടെന്ന് കൊണ്ടുവരൂ. ശർമിണി, കാപ്പി റെഡിയായി, കഴിക്കാൻ വാ. ഇതാ വരുന്നമ്മേ. ഇരിക്കുമോളെ, കുറച്ച് ചമ്മന്തി തരട്ടെ? കഴിക്കുമോളെ. മതി ആന്റി. ഹോസ്റ്റലിലെ ആഹാരം ഒന്നും നിനക്ക് ഇഷ്ടമല്ലല്ലോ. ഇത് കഴിക്കും, നന്നായിരിക്കും. കഴിക്ക്. നാളെ രാവിലെ എല്ലാരും അമ്പലത്തിൽ പോവാ, നിനക്കൂടെ വന്നൂടെ? നാളെ എനിക്ക് സയൻസ് ടെസ്റ്റ് ഉണ്ട് ആന്റി. നിങ്ങൾ പോയിട്ട് വരൂ. വേഗം കഴിക്കാൻ നോക്ക്. ശർമിളേ, നിന്റെ അമ്മ നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. നിന്റെ അടുത്ത് പറഞ്ഞോ? അതെയോ ഡാഡി? പ്ലീസ് അമ്മേ പറയൂ. പറ്റില്ല, സസ്പെൻസ്. ചെന്നൈ അണ്ണാനഗറിലുള്ള കൽപ്പന എന്ന പെൺകുട്ടി ഇന്ന് മൃഗീയമായി കൊല്ലപ്പെട്ടു. അവരുടെ കൊലപാതകത്തിന് കാരണം തന്റെ ഭർത്താവായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ശിവയാണെന്ന് കൊല ചെയ്യപ്പെട്ട കൽപ്പനയുടെ ഫ്രണ്ട് മീന പത്രക്കാരോട് പറഞ്ഞിരിക്കുകയാണ്. ശിവയെ പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ അമ്മേ. വേണ്ട, നീ ഒന്ന് ചുമ്മാ ഇരി. അവളെ അന്വേഷിച്ചു പോയിട്ട് നീ ആവശ്യമില്ലാത്ത കുഴപ്പത്തിൽ പെടണ്ട. പിന്നീട് പോലീസുകാർ നമ്മുടെ പുറകിൽ നടക്കും. നാളെ രാവിലെ നമുക്ക് അമ്പലത്തിൽ പോണ്ട, മനസ്സിലായോ? ഇനി ഒരിക്കലും ഈ സാധനം ജീവിതത്തിൽ കൈകൊണ്ട് തൊട്ടുവിടപ്പോ തലവേദന സഹിക്കable. കൊള്ളാം, ഇത് നീയാണോ പറയുന്നത്? വെള്ളം അടിക്കുന്നവന്മാര് രാവിലെ എഴുന്നേറ്റ് പറയുന്ന ആദ്യത്തെ ഡയലോഗ് എടാ ഇതാണ്. അളിയാ, നീ രാത്രി വീട്ടിൽ പോയില്ലേ? ഇവിടെ തന്നെ ഉറങ്ങിയ? ശിവ, നീ ഇന്ന് എന്നെയാണ് കണി കണ്ടിരിക്കുന്നത്. ഇന്ന് തൊട്ട് നിന്റെ ലൈഫ് എങ്ങനെ ചേഞ്ച് ആവുമെന്ന് നോക്കിക്കോ. തീർന്നു. ഇന്ന് മീന എന്നെ എന്ത് ചെയ്യാൻ പോണെന്ന് എനിക്കെന്നെ അറിയില്ല. ശരി, ഞാൻ ഇറങ്ങുക. ഈ കൊല ചെയ്തത് നിങ്ങളുടെ ഹസ്ബൻഡാണെന്ന് എങ്ങനെ അറിയാം? കൽപ്പന മരിക്കുന്നതിന് മുൻപ് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് മരിച്ചത്. മരിച്ചുപോയ കൽപ്പനയ്ക്ക് നിങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്കറിയില്ല. എന്താടാ അത്? ഞാനെ കൊലപാതകം ചെയ്തെന്ന് പറഞ്ഞ് മീന ടിവിയിൽ ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കാണല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അളിയാ, രാത്രി മൊത്തം നീ എന്റെ കൂടെ ഇവിടെയല്ലേ കിടന്നത്? പിന്നെ എങ്ങനെ നീ അവിടെ പോയി കൊലപാതകം ചെയ്യാൻ പറ്റും? ചുമ്മാ കളിയാക്കല്ലേ. അളിയാ, കാലത്ത് അറിയാതെ എന്റെ മോൻ കണിയേണ്ട ലൈഫ് സൂപ്പറായി ചേഞ്ച് ആവുമെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഡേഞ്ചർ ആവുമെന്ന് അറിഞ്ഞില്ലല്ലടാ. നീ രാത്രി മുഴുവൻ എന്റെ കൂടെയാണ് ഇരുന്നത് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ലല്ലടാ. ശിവ, സത്യം എന്താണെന്ന് അറിയുന്നത് വരെ നീ പോലീസിന് പിടികൊടുക്കരുതടാ. എന്റെ ഫോൺ എവിടെയാ? എന്തായാലും എനിക്ക് ആദ്യം മീനോട് സംസാരിക്കണം. വിടാ.
നിനക്ക് തലക്ക് വെട്ടുണ്ടോ? അവൾ അവിടെ ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്, നീയാണ് കൊല ചെയ്തതെന്ന് നേരി കണ്ടതുപോലെ. ഇപ്പൊ നീ അവളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവള് എന്നെ പിടിച്ചു കൊടുക്കോടാ. ഇതുപോലെ ആലോചിക്കാൻ കഴിയുന്നില്ല. ശരി, ഇപ്പൊ എന്താടാ ചെയ്യാ? ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ പോലീസ് അന്വേഷിച്ചവര് നമ്മൾ ഉടനെ ഇവിടെ എസ്കേപ്പ് ആവണം. എവിടേക്കാടാ പോവുക? രാത്രി വെള്ളം അടിച്ചതിൽ ഈ ഫോൺ എവിടെ വെച്ചെന്ന് മനസ്സിലാക്കി. എവിടെയാണ്? ഇവിടെയാ. ആരാ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേ? ഹലോ, താരയല്ലേ? പറ മുരുകേഷ്, ശിവ എവിടെയാ? ഇവിടെ എന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇപ്പൊ അവന്റെ സിറ്റുവേഷനിൽ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇവിടെ താമസിക്കാൻ പറ്റില്ല, ഞാൻ വേറൊരു സ്ഥലം പറയാം. ഓ, അങ്ങനെയാണോ? ശരി, ഞാൻ അങ്ങോട്ട് വരാം. നീ വേഗം ശിവയും കൂട്ടിട്ട് അങ്ങോട്ട് പോകും. ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിച്ചോണ്ട് പൊക്കോളാം. എവിടേക്കടാ? ചോദ്യം ചോദിക്കുന്ന സമയമാണോടാ ഇത്? വാ. ഡാ, അങ്ങോട്ട് എവിടെ പോണത്? പോലീസിന്റെ പിടി കൊടുക്കാനാ? ഇങ്ങോട്ട് വാ. താരാ, താരാ, താരാ. എന്താ മുരുകേഷ്, എന്ത് പറ്റി? സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ആ ടിവിയിലെ ന്യൂസ് കണ്ടതിന് ശേഷം വയറിളക്കം നിന്നിട്ടില്ല. പക്ഷെ ഞാൻ ഓട്ടവും നിർത്താൻ പറ്റിയില്ല. ബാത്റൂം എവിടെ ഉണ്ടെന്ന് പറ. അത് അവിടെയാ. ആദ്യം പോയിട്ട് വരാം. നീ കാപ്പിട്ടോ? വേഗം പോയിട്ട് വാ. എന്തൊരു സുഖം. അയ്യോ താരാ, കാലത്ത് ടിവിയിൽ ആ ന്യൂസ് കണ്ട ഉടനെ എന്റെ ചങ്ക അങ്ങ് കലങ്ങിപ്പോയി. അവന്റെ മോൻ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇവൻ ആരെങ്കിലും കൊല്ലൂ? ഇവന്റെ സമയം ശരിയില്ലെന്ന് വിചാരിച്ച ഇപ്പൊ എന്റെ സമയം ഇങ്ങനെ ആയല്ലോ. എല്ലാത്തിനും കാരണം ആ ഫോറിൻ വിസ്കിയാണ്. നീ ഈ കൊല ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശിവ. എന്താ സംഭവിച്ചത്? ആ കൽപ്പന ആരെന്ന് പോലും എനിക്കറിയില്ല. ഇന്ന് രാവിലെ ആദ്യമായി TV ന്യൂസിൽ അവളെ മുഖം തന്നെ ഞാൻ കാണുന്നത്. മീന കൽപ്പനയുടെ വീട്ടിൽ ഡിന്നറിന് പോകണമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് അറിയാവുന്നത് അത് മാത്രമാണ്. എന്തൊക്കെയാണെങ്കിലും ശരി, ശിവ ഇപ്പൊ ഒരു കൊലക്കുറ്റവാളിയാണ്. സത്യത്തിൽ ഈ കുറ്റം ആര് ചെയ്തെന്ന് കണ്ടുപിടിച്ചിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് ശിവയെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കണം. അതെങ്ങനെയാ? ശിവയാണ് കൊല ചെയ്തതെന്ന് മീന തന്നെയാണ് പറയുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിനക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി. ഒന്ന്, കൽപ്പന ഒരു തെറ്റായ പെണ്ണായിരിക്കണം. അല്ലെങ്കിൽ സ്വത്തിന് വേണ്ടി അവളുടെ ഭർത്താവിനെ ആളെ വെച്ച് അവളെ കൊന്നിട്ട് ശിവ ചെയ്തതായിട്ട് കാണിച്ചിരിക്കണം. എനിക്ക് 2 ദിവസം ടൈം കിട്ടിയാൽ മതി, ഞാൻ അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. ആര്? നീയോ? നോക്കിയേ, ഞാൻ എപ്പോഴും കാമഡിയനായിട്ടിരിക്കില്ല. ഞാനും നോട്ട് 88 ആണ്. ശിവ, ഈ സിറ്റുവേഷനിൽ നീ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തു വരാനേ പാടില്ല. താരാ, നമ്മൾ ഇവിടെ അധിക സമയം നിൽക്കുകയാണെങ്കിൽ പോലീസ് നമ്മളെ സംശയിക്കാൻ ചാൻസ് ഉണ്ട്. അതേ നമ്മൾ വെളിയിൽ തിരിയുകയാണെങ്കിൽ ആർക്കും നമ്മളെ സംശയിക്കാൻ കഴിയില്ല. സോ പെട്ടെന്ന് വാ. ശിവ, സൂക്ഷിച്ചിരിക്കേ. ശിവ, നീ കെയർഫുൾ ആയിട്ടിരിക്കണം. ഗുഡ് ഈവനിങ് ഡോക്ടർ. നിങ്ങളാര്? ഞാൻ കൽപ്പനയുടെ അങ്കിളാണ്. കുറച്ചു മുമ്പ് നിങ്ങൾക്ക് ഫോൺ ചെയ്തിരുന്നില്ലേ, അമർനാഥ്? അത് അവരുടെ ഹസ്ബൻഡ് വന്നില്ലേ? അദ്ദേഹം അമേരിക്കയിൽ പോയിരിക്കുകയാണ്. വരാൻ 15 ദിവസം. ബോഡി നിങ്ങൾ വാങ്ങണം. ഓക്കെ, ഞാൻ വാങ്ങിച്ചോളാം. ഭാസ്കര, സൈൻ വാങ്ങിയിട്ട് അയച്ചേക്ക്.
ജെയിംസ് താമസിക്കരുത്, വേഗം ഉള്ളിലേക്കിട്. ക്വിക്ക്. അതെടുത്ത് ഉള്ളിലേക്ക് ഇട്. സർ ആ അമൗണ്ട് അങ്ങ് കൊടുത്തേക്ക്. എന്താ ജെയിംസ്, നിങ്ങൾ ചോദിച്ച പണം ഇതിലെത്രയാ? 2 ലക്ഷം. ജോലി ചെയ്യുന്നു മാത്രമേ നിങ്ങൾ പറഞ്ഞുള്ളൂ. ചെയ്തത് ഞാനാ. ആ ലാപ്ടോപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു. രഹസ്യങ്ങളൊക്കെ ഇപ്പം എനിക്കറിയാം. എനിക്ക് ഈ പണം മതിയാവില്ല. 50 ലക്ഷം രൂപ വേണം. 50 ലക്ഷമോ? എന്താടാ കളിക്കുന്നോ? ഞാൻ കളിക്കല്ല ചന്ദ്രു, കളിച്ചത് അമർനാഥിന്റെ മോനാ. ഇതാ പിടിച്ചോളൂ നിങ്ങളുടെ പൈസ. അധികം സംസാരിക്കേണ്ട. ഞാൻ ചോദിച്ച പൈസ തന്ന എവിഡൻസ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. അല്ലെങ്കിൽ അതെങ്ങനെ വാങ്ങിക്കേണ്ടതെന്ന് എനിക്കറിയാം. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്താ സർ വളരെ ഡള്ളായിരിക്കുന്നു? എന്താ ചന്ദ്രു ചെയ്യേണ്ടത്? ഒരു മകന് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തത് തെറ്റാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്റെ മകൻ ചെയ്ത തെറ്റ് കാരണം ആ പെണ്ണിനെ കൊല്ലേണ്ടി വന്നു. അത് കളയണം സർ. നിങ്ങൾ ആവശ്യമില്ലാതെ ഫീൽ ആവണ്ട. അവന് താങ്കളെ പറ്റി അറിയില്ല. എന്നെ വിശ്വസിക്കൂ. ജെയിംസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ജെയിംസിനെ നിന്നെ സുഹൃത്തെന്നല്ലേ പറഞ്ഞത്? അവനാണെങ്കിൽ 50 ലക്ഷം ചോദിക്കുന്നു. അവൻ അത്ര ശരിയല്ലല്ലോ. നമ്മളും അത്ര നല്ലവരൊന്നും അല്ലല്ലോ സാറേ. അവന് സ്വന്തം ബന്ധവുമില്ല. അവന് വേണ്ടതെല്ലാം പണം മാത്രമാണ്. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാതെ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുക. അതെല്ലാം കളയണം സാറേ. എത്ര തരാൻ പറ്റുമെന്ന് പറയൂ. അത് ഞാൻ അവനുമായിട്ട് സംസാരിക്കാൻ. അങ്ങനെ അല്ലെങ്കിൽ താങ്കൾ എന്ത് പറയുന്നു അത് ഞാൻ ചെയ്യും. ആ പെണ്ണിന്റെ സമാധിയുടെ അടുത്ത് അവനും ഒരു കുഴി വെട്ടിയേക്ക്. സാർ, മിസ്റ്റർ ഭജൻലാൽ. എന്തോന്നാ പോലീസൊക്കെ? നിങ്ങളാണോ മിസ്റ്റർ ഭജൻലാൽ? അതെ സാറേ. ഈ വീട്ടിലല്ലേ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ശിവ താമസിച്ചത്? അതെ സാറേ. ഇപ്പൊ അയാൾ എവിടെ ഉണ്ടെന്ന് അറിയോ? അറിയത്തില്ല സാറേ. കല്യാണം കഴിഞ്ഞ ഉടനെ അവൻ അങ്ങ് പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പൊ കുറച്ചു നാളായിട്ട് അതുമില്ല. പിന്നെ എനിക്കറിഞ്ഞവരെ ആ പയ്യൻ ഒരിക്കലും ഇതുപോലൊരു കാര്യം ചെയ്യില്ല സാർ. ഈ മുരുകേശൻ എന്ന് പറഞ്ഞൊരുത്തൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, അയാൾ ഇപ്പൊ എവിടെയുള്ളത്? അവനെ പറ്റി ഒന്നും അറിയത്തില്ല സാർ. മറ്റാരെങ്കിലും താമസിക്കുന്നുണ്ടോ ഇവിടെ? ഇല്ല സാറേ. അവർക്ക് ശേഷം വേറെ ആർക്കും ഞങ്ങൾ വീട് കൊടുത്തില്ല. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. സാർ, ഈ കേസിൽ ഒളിവിലുള്ള ശിവനെ കുറിച്ച് വല്ല ഡീറ്റെയിലും കിട്ടുവാണെങ്കിൽ ഉടൻ തന്നെ സ്റ്റേഷനിൽ അറിയിക്കും. തീർച്ചയായും സാർ. താങ്ക് യു സാർ. സാറേ കോഫി? കുഴപ്പമില്ല കുഴപ്പമില്ല. താങ്ക് യു സാർ. വരണം മിസ്റ്റർ ചന്ദ്രു. പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? ജെയിംസ്, നീ കാണിച്ചത് വളരെ തെറ്റായി. എന്ത് തെറ്റാന്നാ നീ പറയുന്നേ? ഇതെന്റെ ജോലിയാ. അവരുടെ മോൻ ചെയ്ത തെറ്റ് അങ്ങനെയാ. അതുകൊണ്ട് 50 ലക്ഷം ചോദിച്ച്. ഇത് നോക്ക് ചന്ദ്രു, നമ്മുടെ സുഹൃത്ത് ബന്ധം വേറെയാണ്, ബിസിനസ് വേറെയാണ്. പൈസ എടുക്ക്. ആദ്യ എവിഡൻസ്. പൈസ എടുക്ക്. എവിഡൻസ് തന്നെ വന്നോളൂ. പൈസ എടുക്ക.
വേദനിക്കുന്നുണ്ടോ? ഉണ്ട്. ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ? അമ്മേ വരൂ വരൂ അമ്മേ. ദേവി മഹാകാളി ദുഷ്ടശക്തികളെല്ലാം നിഗ്രഹിക്കാൻ വരൂ അമ്മേ. ഓം ക്രീ. ഉണരൂ ഉണരൂ, ഉണർന്നു വരൂ. ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ വരൂ. ഉണരൂ. ഓം ക്രീ ഉംഭട്ട്. ഓം മഹാകാളി. ശക്തി നിറഞ്ഞ ആത്മാവേ ഉണർന്നു വരൂ. ഓ കൽപ്പന പോ. ഓ കൽപ്പന. വരൂ വരൂ, സുഖായിരിക്കുന്നോ? 2 ആഴ്ചയായിട്ട് അമ്പലത്തിലേക്ക് കണ്ടില്ല. അങ്ങനെയൊന്നും ഇല്ല കാമാക്ഷി, ഞങ്ങള് നാട്ടിൽ പോയിരിക്കായിരുന്നു. അതുകൊണ്ടാ 2 ആഴ്ച കൊണ്ട് വരാൻ പറ്റാഞ്ഞ്. എന്റെ മോളുടെ പിറന്നാളാ, ഒരു മാല തരൂ. അതെയോ? മോള് നന്നായിരിക്കട്ടെ. വാ മോളെ, വാ. എന്താ മോളെ, എന്താ ഇവിടെ തന്നെ നിന്ന്? കൈയെടുക്ക്. നീ പോ. ഒരു പെഗ് കൂടെ ഒഴിക്കടോ സാറേ.
കാർ ഇപ്പൊ തന്നെ നല്ല ഫിറ്റ്. പ്ലീസ് വീട്ടിൽ പോകാൻ നോക്കണം സാർ. ഒഴിക്കേണ്ട ജോലി നിന്റേത്, കഴിക്കേണ്ട ജോലി എന്റേത്. ഒഴിക്കടോ. പറഞ്ഞ മനസ്സിലാക്കണം സാർ. ഒന്ന് പോണം സാർ. സാറേ ഒഴിക്കണ്ട സാറേ. സാറേ പ്ലീസ് ഒന്ന് മതിയാക്കണം സാർ. ഇല്ല ഒഴിക്ക് സാറേ. സാർ എന്തിനാ ഞങ്ങൾ എങ്ങനെ ശല്യപ്പെടുത്തുന്നത്? പറയുന്നത് കേൾക്കുന്നില്ലല്ലേ? ഒഴിക്ക് സാറേ. ഞങ്ങളുടെ റെഗുലർ കസ്റ്റമറാ. കുറച്ച് അധികമായ ഇയാളുടെ ശല്യം സഹിക്കാൻ കഴിയില്ല. എന്താ ബ്രദർ, എന്താ പ്രശ്നം? തെറ്റ് ചെയ്തു സാറേ, വലിയൊരു തെറ്റ് ചെയ്തു. അത്രയ്ക്കും വലിയ തെറ്റ് എന്താണ് താൻ ചെയ്തത്? ഒരു പെണ്ണിനെ പ്രേമിച്ചു പോയി. അവളെന്റെ സ്നേഹം വേണ്ടെന്ന് പറഞ്ഞു പോയി സാറേ. ഇനി ഒരിക്കലും ആരെയും പ്രേമിക്കല്ലേ സാറേ. ഞാൻ കൈകൂപ്പി ചോദിക്കുക, ഒഴിക്കണ്ട സാറേ, ഒഴിക്ക സാറേ. ഊത്തടാ ഊത്തടാ ഊയലാടും വരെ പെണ്ണെന്നാൽ പമ്പര നൂലാണെടാ. കണ്ണിനാൽ നോക്കിയിട്ട് വട്ടത്തിൽ കറക്കുമെടാ, വള്ളിയിൽ തൂങ്ങി നീ ചാവാതെടാ. ആണുങ്ങൾ പെണ്ണുങ്ങളെ തേനുപോൽ കാണും മച്ച, പെണ്ണുങ്ങൾ കാണുങ്ങളെ വിശ്വാസം ഇല്ലടാ. മുല്ലപ്പൂ വെളുപ്പിനുള്ളിൽ എള്ളിൻ കറുപ്പു കാണാം, കലികാല പെരുമാളും കലി പിടിച്ചുടൻ തലതലുമെടാ. ഊത്തടാ ഊത്തടാ ഊയലാടും വരെ പെണ്ണെന്നാൽ പമ്പര നൂലാണെടാ. എന്തെന്ത് ചെയ്താലും ഏതേത് കണ്ടാലും കടുകോളം നമ്പാത്തോരാണേ. തൊട്ടുരുമിയിരിക്കലും പട്ടാള കണ്ണ് കൊണ്ട് കെട്ടുള്ള ദിക്കെല്ലാം തേടും. മുയലെപ്പോൾ നടിച്ചിട്ട് മുതലെപ്പോൾ കരഞ്ഞിട്ട് കാര്യങ്ങൾ നേടുന്നോരാണേ. താഴിട്ട് പൂട്ടും നമ്മെ താക്കോലും കൊണ്ടു, പിന്നെ തഞ്ചത്തിൽ പെണ്ണുങ്ങൾ പോക്കാ. അമ്മ എന്ന നന്മ മാത്രം, മറ്റെല്ലാം മയയാണ് മായൂല മനക്കെട. ഊത്തടാ ഊത്തടാ ഊയലാടും വരെ പെണ്ണെന്നാൽ പമ്പര നൂലാണെടാ. കണ്ണിനാൽ നോക്കിയിട്ട് വട്ടത്തിൽ കറക്കുമെടാ, വള്ളിയിൽ തൂങ്ങി നീ ചാവാതെടാ. അറിയണം തമ്മിലെന്നും അലിയണം സ്നേഹം കണ്ണിൽ, അതിലല്ലോ ആനന്ദമുള്ളൂ. പെണ്ണ് നന്നായി ഒരുമ്പെട്ടാൽ ബ്രഹ്മനെയും വിറപ്പിക്കും, സ്നേഹിച്ചാൽ പൂക്കാലം പൂക്കും. അൻപല്ലോ ജീവിതത്തിന് ആധാരമാകുന്നുള്ളൂ, അഴകെല്ലാം താനേ ചേരൂലോ. പീലിപ്പൂ കണ്ണിനുള്ളിൽ പീരങ്കി കോപം വെച്ചാൽ മച്ചാനെ മിച്ചം കാണൂല. പൂർന്നു വീണ പൂവിലേ തേൻ തേടും പോലെയാകും പാവം നാം ജീവിതങ്ങൾ. ഊത്തടാ ഊത്തടാ ഊയലാടും വരെ പെണ്ണെന്നാൽ പമ്പര നൂലാണെടാ. കണ്ണിനാൽ നോക്കിയിട്ട് വട്ടത്തിൽ കറക്കുമെടാ, വള്ളിയിൽ തൂങ്ങി നീ ചാവാതെടാ. ആണുങ്ങൾ പെണ്ണുങ്ങളെ തേനുപോൽ കാണും മച്ച, പെണ്ണുങ്ങൾ കാണുങ്ങളെ വിശ്വാസമില്ലടാ. മുല്ലപ്പൂ വെളുപ്പിനുള്ളിൽ എള്ളിൻ കറുപ്പ് കാണാം, കലികാല പെരുമാളും കലി പിടിച്ചുടൻ തലതല്ലുമെടാ. ശിവ, ഇവൻ ആരാ?
എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇയാൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പുറത്തു പോയി തിരിച്ചു വരുന്ന സമയത്ത് മുറിവേറ്റ് കിടക്കുകയായിരുന്നു, അതാ കൂട്ടിക്കൊണ്ടു വന്നത്. നീ ആരെ ചോദിച്ചു പുറത്തു പോയി? നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പെടാപ്പാട് പെടുമ്പോഴാ ഇത് നിനക്ക് ആവശ്യമാണോ? നീ തന്നെ ഇപ്പൊ ആപത്തിലാ. അത് നീ ആദ്യം മനസ്സിലാക്ക് ശിവ. നീ ഒരു വലിയ തെറ്റാ ചെയ്തത്. ആദ്യം അവനോട് പുറത്തു പോകാൻ പറ. താര സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി താര. ഇദ്ദേഹത്തിന് നടക്കാൻ പോലും കഴിയില്ല. ഇതുപോലുള്ള സമയത്ത് വെളിയിലേക്ക് അയക്കാൻ എന്റെ മനസ്സ് അനുവദിക്കില്ല. ബ്രദർ, ഞാൻ പോവാ. എവിടേക്കാ പോന്ന്? ഇരിക്കെ. താര, നീ പറയുന്ന എനിക്ക് മനസ്സിലാകും. ഇയാള് കാരണം എനിക്ക് ഒരു അപകടവും വരില്ല. ഞാൻ പറയുന്ന കേക്ക് പ്ലീസ്. ശിവ, കുറച്ച് സംസാരിക്കാനുണ്ട്. നീ പുറത്തേക്ക് വാ. എന്തോന്ന് ആലോചിക്കുന്നു? വാടാ. ശിവ, പോലീസ് നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഇവൻ ഇവിടെ ഇരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. അവനോട് പോവാൻ പറ. നീ പറയുന്നോ അതോ ഞാൻ തന്നെ അവനോട് പറയണോ? ശിവ, നിനക്ക് എന്ത് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞു നീ അറിയേണ്ടതില്ലല്ലോ. എത്രയും പെട്ടെന്ന് അവൻ അയക്കുന്ന വഴി നോക്ക്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കുഴിയിലെടുത്ത് ചാടേണ്ടി വരും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളെ പേടിക്കാതെ പോകാൻ നോക്ക്. താരേ, നീ വാ, നമുക്ക് പോവാം. ഏത്തപിള്ള ചൊറിയും മാറി. എന്താ ഇത്? എന്റെ മനസ്സ് ശരിയല്ല. മീനയെ വിളിച്ചോണ്ട് നാട്ടിലേക്ക് പോകാന്നാ കരുതുന്നത്. എന്ത്? നാട്ടിലേക്ക് പോകുന്നെന്നോ? വാണി, നീ എന്തായി സംസാരിക്കുന്നത്? അവളൊരു കൊച്ചു പെണ്ണല്ലേ, കാര്യം അറിയാതെ സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ നീയും എന്റെ മകനെ സംശയിക്കുന്നുണ്ടോ? ഒരു കാര്യം പറയാം, നന്നായിട്ട് കേട്ടോണം. എന്റെ മകൻ ഈ കൊല ചെയ്തിട്ടില്ലെന്ന് തെളിയുന്നത് വരെ ആരും ഇവിടെ വിട്ട് പോകാൻ പാടില്ല. അങ്ങനെ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടുന്ന് വെക്കോണം. വെക്കോ? പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ മകൻ നിരപരാധിയാണെന്ന് തെളിയിച്ചതിന് ശേഷമേ എന്റെ ഈ കാൽ എന്റെ ഗ്രാമത്തിൽ തൊടുകയുള്ളൂ. അതേടാ മോനെ, നിന്റെ തീരുമാനം തന്നെയാ എന്റെ തീരുമാനം. എന്റെ മുൻ വിശപ്പൊട്ട് സഹിക്കില്ലേ. അവൻ ആഹാരം കഴിച്ചോ? അവൻ എവിടെയാണോ? എടി, രണ്ടുപേരും എത്ര സന്തോഷത്തോടെ ചെന്നൈക്ക് വന്നത്. ആരാടി ഈ കൽപ്പന? ഇവനും അവളും തമ്മിൽ എന്താ ബന്ധം? നിന്റെ ഭർത്താവ് അങ്ങനെ ചെയ്യുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പറ. അവൾ എന്റെ ഫ്രണ്ടാ. പക്ഷെ ചേട്ടൻ ചെന്ന് അവളെ എന്തിനാ കൊന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. പക്ഷെ മരിക്കുന്ന സമയത്ത് നിന്റെ ഭർത്താവാണ് എന്നെ കൊന്നതെന്ന് പറഞ്ഞിട്ടാ മരിച്ചത്. അവൾ അങ്ങനെ പറയുമ്പോ എനിക്ക് എങ്ങനെയാ അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുക? മീന, എന്ത് പറ്റി മോളെ? എന്ത് പറ്റി മോളെ? മീന, മീന, എന്താണെന്ന് അറിയില്ല ചേച്ചി. എന്താ മോളെ? എന്റെ ചെറുമോള് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഗർഭിണിയാ. ആരാണ് നീ? എന്താ ഇവിടെ ഇരിക്കുന്നത്? ഒരു കാറുകാരൻ എന്നെ ഇടിച്ചിട്ട് പോയി. അടുത്ത് എന്തെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടോ? ഹോസ്പിറ്റലൊക്കെ വളരെ ദൂരത്താണ്. എന്റെ ഗസ്റ്റ് ഹൗസിന്റെ അടുത്തുണ്ട്. വന്ന് അവിടെ ഫസ്റ്റ് എയ്ഡ് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വരുന്നോ? വാ, ഒന്ന് വണ്ടി. ഓക്കേ സർ. പതുക്കെ പതുക്കെ സൂക്ഷിച്ചു നോക്കിയിരിക്കും. ശരി, പോവല്ലേ? ഒരു കുഴപ്പമില്ല, ഞാൻ അപ്ലൈ ഇത്. അങ്ങനെ തന്നെ കിടന്നു.
नक्षत्रे धनुरासो जातसे विजय बालाजी नामांगजमानस्य दीर्घायुष्याभिवृद्धिरस्तु। ओम धनलक्ष्मी नमः, दानलक्ष्मी नमः, संतानलक्ष्मी नमः, सौभाग्यलक्ष्मी नमः, विद्यालक्ष्मी नमः, विजयलक्ष्मी नमः, वीरलक्ष्मी नमः, धैर्यलक्ष्मी नमः, राजाधिराजाय प्रतिगसाधने नमः, वजम्बे श्रवणाय कुर्महे सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधके शरण्ये त्र्यम्बके गौरी नारायणे नमोऽस्तुते। महालक्ष्मी प्रसाद बलसिद्धिरस्तु, क्षेमो अस्तु नः। നിനക്ക് സുഖമാണോ? മീനെ നീനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിനക്ക് എന്നെ അറിയാലോ. നിന്റെ ഫ്രണ്ട് കൽപ്പനയെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെ കൊല്ലാൻ കഴിയും? ശരി, ഈ കൊലപാതകം ചെയ്തത് ഞാനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ കഴിയും? അവള് മരിക്കുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞിട്ടാണ് മരിച്ചത്. പോരാത്തതിന് ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കൊല ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഒളിവിൽ കഴിയുന്നത്? പോലീസിൽ സറണ്ടർ ആയിക്കൂടെ? അയ്യോ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. ആ കൽപ്പനയുടെ കൊലപാതകത്തിനും എനിക്ക് യാതൊരു ബന്ധവുമില്ല. മതി, നിർത്ത്. നിങ്ങൾ കല്യാണത്തിന് മുൻപ് എത്രയോ പെണ്ണുങ്ങളുടെ കൂടെ കൂട്ടുകൂടിയിട്ടുണ്ടാവും. അതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല. നിങ്ങൾ എന്തോ തെറ്റായിട്ട് പെരുമാറാൻ പോയിട്ട് അത് നടക്കാത്തത് കൊണ്ടാണ് കൽപ്പനയെ നിങ്ങൾ കൊന്നിരിക്കുന്നത്. നിങ്ങൾ കല്യാണം കഴിച്ച പാപത്തിന് ഞാൻ ജീവിച്ചിരിക്കാനേ പാടില്ല. പക്ഷെ നിങ്ങളുടെ കൂടെ 3 മാസം കഴിഞ്ഞത് കൊണ്ട് എന്റെ വയറ്റിൽ ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ ചുമന്നുകൊണ്ടിരിക്കുക. തൊടരുത്. നിങ്ങളുടെ നിഴൽ പോലെ എന്റെ കുഞ്ഞിന്റെ മേൽ തട്ടരുത്. അതുകൊണ്ട് ഞാൻ ഇനി ഡൈവേഴ്സിന് അപ്ലൈ ചെയ്യാൻ പോവാ. ദയവ് ചെയ്ത് എന്റെ മുന്നിൽ നിന്ന് പോണം. നിന്റെ ഈ മാനസികാവസ്ഥയിൽ ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാകില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കെന്നെ മനസ്സിലാവുന്നില്ല. എന്നാൽ എന്തെങ്കിലും ഒരു ദിവസം ഈ കൽപ്പനയുടെ കൊലപാതകത്തിനും എനിക്കും യാതൊരു ബന്ധവുമില്ലെന്ന് നീ തീർച്ചയായും മനസ്സിലാക്കും.
ചെല്ലപ്പൻ എന്നെ ഇങ്ങനെ വീട്ടിൽ ചുറ്റിക്കറങ്ങാൻ വിട്ടല്ലോ. ഇങ്ങോട്ട് വരട്ടാവൻ. മുതലാളി, ആരാടാ ഇത്? എന്താ മുതലാളി ഇങ്ങനെ ചോദിക്കുന്നേ? നിങ്ങൾ അറിയാന്ന് പറഞ്ഞു, അതുകൊണ്ടായി പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെയാണോ? ശരി, ഞാൻ നോക്കിക്കോളാം. നീ ആ, പൊയ്ക്കോ. ശരി മുതലാളി. ആ നീ വാടി. ഇരിക്കെ. പിന്നെ ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. പക്ഷെ നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് ശരി. ശരി, ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ കാറിന്റെ താക്കോൽ എടുത്തോണ്ട് വരാം. ഏയ് ജെയിംസ്, കാലിൽ മുറിവ് പറ്റിയിരിക്കുകയല്ലേ? റെസ്റ്റ് എടുക്കാതെ സ്ട്രെയിൻ ചെയ്ത് എന്തിനാ മുകളിലേക്ക് വരുന്നേ? അതൊന്നും കുഴപ്പമില്ല ശിവ. ശിവ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? ഒരു കുഴപ്പമില്ല, ചോദിക്കേ. ഇത്രയധികം സഹായിക്കുന്നതല്ലേ, ഈ താര ആരാണ്? ഓഫീസിലെ കൊളിക്ക. അങ്ങനെയാണോ? ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കില്ലല്ലോ. നിങ്ങളുടെ ഭാര്യയെ നിങ്ങളാ കൊന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഈ താര നിങ്ങളിവിടെ താമസിപ്പിച്ച് നിങ്ങളെ നോക്കുന്നത് കണ്ട അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ജെയിംസ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. താര എന്നെ ഇഷ്ടപ്പെട്ടത് എനിക്കറിയില്ലായിരുന്നു. എന്റെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്നെന്നാ വിചാരിച്ച്. ഒരിക്കൽ TV പ്രോഗ്രാമിൽ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വലിയ പ്രശ്നമായി. ഒടുവിൽ എന്റെയും മീനയുടെയും വിവാഹം നടന്നു. അവളെ മനസ്സിലാക്കാൻ കഴിയാത്തത് എന്റെ തെറ്റ് തന്നെയാണ്. വെറും ഒരു ഫ്രണ്ടെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവൾ പുറത്തു പറയാതെ എന്നെ ഇഷ്ടപ്പെടുകയായിരുന്നു. പക്ഷെ എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ താര ചെയ്യുന്ന ഉപകാരത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്കുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് താര എങ്ങനെ സഹായിക്കാതെ പോയിരുന്നെങ്കിൽ ഈ സമയത്ത് എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ജെയിംസ്. അയ്യോ, എന്റെ അമ്മച്ചി, മീനയാണല്ലോ വരുന്നത്. മച്ചാ, അല്ല അച്ഛാ, എന്നെ അന്വേഷിച്ചോണ്ട് മീന വരികയാണ്. എന്നെ അന്വേഷിച്ചാ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയണം.
വേറെ വല്ലതും പറഞ്ഞ ഈ കാലിലെടുത്ത് ആ മുട്ട മണ്ടയെ അടിച്ച് പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞേക്കാം. ഇവനൊരുത്തൻ. മോളെ, സാക്ഷാൽ മഹാലക്ഷ്മിയാണ് വന്നിരിക്കുന്നത്. ഇനി ജീവിതത്തിൽ നിനക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. നീ പേടിക്കേ വേണ്ട. നീ പോയിട്ട് വരൂ മകളെ, പോയിട്ട് എന്നാ വരൂ. ശരി. വാ മോളെ, സുഖമാണോ? എങ്ങനെ സുഖമായിരിക്കാൻ കഴിയും? നിങ്ങളുടെ മകൻ എവിടെ? ആ സംഭവത്തിന് ശേഷം ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. നുണ പറയണ്ട. കാർ ഇവിടെ ഉള്ളപ്പോ മുരുകേഷ് ഇവിടെ തന്നെ കാണുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പരിശുദ്ധമായ ഈ ജോലി ചെയ്തിട്ട് ഇങ്ങനെ നുണ പറയാൻ പാടുണ്ടോ? അയ്യോ, അച്ഛ എന്നെ പറ്റി വല്ലതും അവളടുത്ത് പറഞ്ഞു കൊടുത്താൽ നാറ്റക്കേസായി പോകും. ശരി, നമ്മൾ തന്നെ പോയി എന്താണെന്ന് ചോദിക്കാം. ചേട്ടൻ എവിടെയാന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ പിടിച്ച് ഞാൻ പോലീസ് കൊടുക്കും. അവ എവിടെയാണുള്ളതെന്ന് എനിക്കറിയില്ല മോളെ. പക്ഷെ ഒരു പുതിയ സിം വാങ്ങിച്ചിട്ടുണ്ട്. ആ നമ്പർ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് തരാം. നീ എന്നെ വിളിച്ച് ചോദിച്ചു. പറ. 98 45 51 23 77. അത്രേ ഉള്ളൂ. അളിയ ശിവ, നിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കി. ആ ശ്രമം വിഫലമായി. നീ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണോടാ. ആ പെണ്ണ് എന്നെ പറ്റി ചോദിച്ചപ്പോ തന്റെ വായിൽ എന്താ മുണ്ടപ്പൊരിയായിരുന്നു. ഇപ്പൊ തനിക്ക് കണ്ണീർ കയ്യിൽ കടലാസ. നിന്നെയൊക്കെ ഹലോ മീന, നിനക്ക് സുഖാണോ? ഞാൻ എങ്ങനെ സുഖമായിരിക്കാനാ? നിങ്ങൾ എവിടെയാ ഉള്ളതെന്ന് എനിക്കറിയാം. ഇനി എന്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ ഈ കൊലപാതകം ചെയ്തിട്ടില്ലെങ്കിൽ പോലീസിൽ സറണ്ടർ ആയിക്കൂടെ? നിങ്ങൾക്ക് ഒരു ദിവസം സമയം തരാം. അതിനുള്ളിൽ നിങ്ങൾ തന്നെ പോയി പോലീസിൽ സറണ്ടർ ആവണം. അയ്യോ മീന, ഇപ്പോഴും നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? ആരോ ചെയ്ത കൊലപാതകത്തിന് ഞാൻ ഇവിടെ തീ നിന്നുകൊണ്ടിരിക്കുകയാണ്. നീ ആണെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാതെ എന്നെ വീണ്ടും വീണ്ടും കൊല്ലുകയാണ്. മതിയാക്ക് മീനെ, മതിയാക്ക്. ഞാൻ കാരണം നിനക്ക് ഒരു പ്രശ്നവും വരില്ല. ഞാൻ സറണ്ടർ ആയാലും നീ സന്തോഷമായിരിക്കുമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ സറണ്ടർ ആയേക്കാം. മീനെ, മീനെ. ഛെ. സർ, സാറിനെ കാണാൻ ജെയിംസ് എന്നൊരാൾ വന്നിരിക്കുക. വരാൻ പറയൂ. നമസ്കാരം സർ. ആരാ നിങ്ങള്? എന്തിനാണ് കാണാൻ വന്നിരിക്കുന്നത്? എന്റെ പേര് ജെയിംസ്. കുറച്ച് ദിവസം മുമ്പ് കൽപ്പന എന്ന പെൺകുട്ടിയെ കൊന്നത് ഞാനാണ്. നീയാണോ അത്? പക്ഷേ കുറ്റം ചുമത്തിയത് ശിവയുടെ മേലായിരുന്നു. അന്നെന്താ നടന്നതെന്ന് വെച്ചാൽ ഇതാണ് സാർ സംഭവിച്ചത്. അപ്പോ കൽപ്പനയെ കൊല ചെയ്തത് ശിവയല്ല, നീയാണല്ലേ? അതെ സാർ, ഞാനാണ് കുറ്റവാളി. നിങ്ങൾ എന്ത് ശിക്ഷ കൊടുത്താലും അത് ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. കോൺസ്റ്റബിൾ, സർ. ഇവനെ പിടിച്ചകത്തിട്ടെ. നാളെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാ. യെസ് സർ. മോളെ, എത്ര നേരമായി ഈ പാല് വെച്ചിട്ട്? നീ എന്താ കുടിക്കാത്തെ? ചേട്ടനൊന്നും പറയണ്ട. വേണമെങ്കിൽ കുടിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട. ആ, മിസ്റ്റർ പഴനിയപ്പനുണ്ടോ അവിടെ? ആ, ഇവിടെയുണ്ട്. ഞാനിപ്പോ കൊടുക്കാം. ഇൻസ്പെക്ടർ ദേവരാജ. ആ പറയൂ ഇൻസ്പെക്ടർ. നമ്മുടെ കൽപ്പനയുടെ കൊലക്കേസിൽ മിസ്റ്റർ ജെയിംസ് എന്ന് പറഞ്ഞ ഒരാള് ഞങ്ങളുടെ അടുത്ത് ഒന്ന് സറണ്ടർ ആയിട്ടുണ്ട്. നാളെ കാലത്ത് ഞങ്ങൾ അവനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അത് ശരി. അതെ സാർ. നല്ലൊരു ന്യൂസ് ആണ് താങ്കൾ ഇപ്പൊ പറയുന്നത്. താങ്കൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല സർ.
നിങ്ങൾ പറഞ്ഞ ഈ ന്യൂസ് കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു കിട്ടിയിരിക്കുക. വളരെ നന്ദിയുണ്ട് സർ. ഓക്കെ. എന്താ എന്താ ചേട്ടാ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? കൽപ്പനയെ കൊന്ന യഥാർത്ഥ കൊലകാരൻ പോലീസിൽ സറണ്ടർ ആയെന്ന്. നമ്മുടെ ദേവി ഭഗവതി നമ്മളെ കൈവെടിഞ്ഞില്ല. നാളെ രാവിലെ ആ കൊലകാരനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണെന്ന്. ജെയിംസ്, ജെയിംസ്, ആരാ നിങ്ങള്? ഞാൻ അമർനാഥ് സാറിന്റെ ലോയറാ. നിങ്ങളെ ജാമ്യത്തിലെടുക്കാൻ വന്നിരിക്കുക. ഈ സമയത്തോ? വരൂ, എന്താണെങ്കിലും പുറത്തു പോയിട്ട് സംസാരിക്കാം. എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വിട്ടേക്ക് പ്ലീസ്. ആരാ നീ? എന്നെ വിട്ടേക്ക്. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ലല്ലേ? എന്നെ ഒന്നും ചെയ്യരുത്. കാശിന് വേണ്ടി കൊന്നില്ലേ? ആ കൽപ്പന ഞാനാണടാ. എന്നെ ഒന്നും ചെയ്യരുത്. എന്ത് ദ്രോഹം ചെയ്തടാ? എന്നോട് ക്ഷമിക്കുക. എന്നൊന്നും ചെയ്യരുത്. കാശിന് വേണ്ടി ഈ പഴി അവന്റെ മേത്തിട്ട നീ ചാവാൻ പോവാ. എന്നോട് ചെയ്യരുത്. എന്നോട് ക്ഷമിച്ചിട്ട് ഒന്നും ചെയ്യരുത്. കാശിന് കൊല ചെയ്യുന്ന പാപികൾ നൽകുന്ന ശിക്ഷ ഇതാണടാ. ഇനിയല്ല, നിന്റെ ജീവൻ ചേർന്ന് മാത്രമേ മനസ്സിലാവൂ. പ്ലീസ് എന്നെ വിട്ടേക്ക്. ഞാൻ പറഞ്ഞതൊന്ന് കേക്ക്. എന്നൊന്നും ചെയ്യരുത് പ്ലീസ്.
ജെയിംസ് എവിടെ പോയി? ജെയിംസ്? ഇവൻ എവിടെ പോയി കാണും? ജെയിംസ്? 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 ഹലോ, ഹലോ, നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ഞാൻ ആരാണെന്ന് പിന്നെ പറയാം. നീ നാട്ടിലേക്ക് പോയി നിന്റെ വൈഫ് മീനയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. ശർമിളി, എന്നോട് ക്ഷമിക്കേ. എന്റെ ജീവിതം നശിപ്പിച്ച ഈ മഹാപാപികളെ കൊല്ലാൻ ഞാൻ നിന്നെ ഉപയോഗിച്ചു. ഞാൻ പ്രേതമാണ്, പക്ഷെ എനിക്കും മനസാക്ഷിയുണ്ട്. എനിക്ക് മനസാക്ഷിയുള്ളിടത്തോളം കാലം നിന്നെ ഞാൻ മറക്കില്ല. കൽപ്പനെ, ഞാൻ സന്തോഷനം വന്നിരിക്കുക. എന്താ പറഞ്ഞോ? ഇന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ ദിവസം. ചണ്ടാതര, നീ സന്തോഷമായിട്ടിരിക്കുന്നു, പക്ഷെ ഞാൻ എന്നെ ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിക്കാതെ എന്റെ ജീവിതം നശിപ്പിച്ചു ആ പാപികൾ. അതുകൊണ്ടാണ് എന്റെ വഴിയിലൂടെ ഞാൻ അവരെ ശിക്ഷിച്ചത്. നോക്കുമോളെ, ഇത് കലിയുഗമാണ്. ഇതുപോലത്തെ പാവികൾ ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. നിനക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കുന്ന ഓരോ പെൺകുട്ടികളുടെ ആത്മാവ് ഞാൻ പുനർജനിപ്പിക്കും. ശിവ കുറ്റവാളിയല്ല, അവനൊരു നിരപരാധിയാണെന്ന് ഈ ലോകത്തിന് നീ അറിയിച്ചു. ശിവയും ഇനി ഇപ്പൊ സന്തുഷ്ടരാണ്. തെറ്റ് ചെയ്യുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല. ഒരിക്കലും വിടരുത്. ഓരോ ദിവസവും അക്രമവും അന്യായവും പീഡനങ്ങളും കൂടിക്കൂടി വരികയാണ്. ദൈവത്തിന് നിരക്കാത്തതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാമീജി എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പായന്മാർ. അതുകൊണ്ട് ദൈവം ശിക്ഷിച്ചാലില്ലെങ്കിലും നിന്നെ പോലത്തെ ശക്തികൾ വേണം ഇതുപോലത്തെ ദുഷ്ടന്മാരെ ഈ മാച്ചു കളയേണ്ടത്. എനിക്കൊരു അപേക്ഷയേ ഉള്ളു മോളെ. ഇപ്പൊ നീ കയറിയിരിക്കുന്ന ഈ ഷർമിലി എന്ന പെണ്ണ് വളരെ നല്ല പെണ്ണാണ്. അത് നിനക്കും അറിയാം. അവളുടെ ജീവിതം നിന്റെ കയ്യിലാണ് മോളെ. അവളുടെ ശരീരം ഉപേക്ഷിച്ച് പോകൂ. പോകാം, പോകാം. മുംബൈയിൽ ഒരുത്തനുണ്ട്, അവനോടും പ്രതികാരം ചെയ്തിട്ട് പിന്നെ ഞാൻ ഷർമിലെ വിട്ടു പോയിക്കോളാം. ഏയ്